ഭാഗം വചനം കേൾക്കുമ്പോൾ വിറക്കുകയും ചെയ്യണം. ആ അവസ്ഥയിൽ വന്നിട്ട് വേണം വചനം കേൾക്കാൻ. എന്നല്ലേ അത് കേൾക്കണമെങ്കിൽ ഹൃദയം തുറക്കണം. വെളിപാട് 3:19 പറഞ്ഞിരുന്നു, അനിതാപോ തീഷ്ണതയിലാണ്. അപ്പൊ ഹൃദയം തുറക്കാൻ മാത്രമേ വചനം ഗ്രഹിക്കാൻ സാധ്യമാകുള്ളൂ. എളിമയും അനിതാപവും ഇല്ലെങ്കിലും വചനമൊന്നും ഗ്രഹിക്കാൻ സാധ്യമല്ല, ബുദ്ധിയിൽ വന്നാലും. അതുകൊണ്ട് ഓരോരുത്തരും കുഞ്ഞുങ്ങളെ പോലെ ആകണം, എന്നിട്ട് വേണം വചനം കേൾക്കാൻ. അല്ലെങ്കിൽ വേണ്ട, വയ്ക്കോ. ഈശോ പറയുന്ന അങ്ങനെയല്ലേ, മത്തായി 7:6 വിശുദ്ധമായിട്ടൊന്ന് പട്ടിക്കും പന്നിക്കും ഇട്ട് കൊടുക്കാനല്ല, അത് ഇട്ടുകൊടുത്താലോ തിരിച്ച് നിങ്ങളെ ആക്രമിക്കുന്നത്. ഇപ്പൊ വചനം ഗ്രഹിക്കാനായിട്ട് മത്തായി 18:3 പറയുന്നത് കുഞ്ഞുങ്ങളെ പോലെ മാറണം. മാറ്റം വേണം നമുക്ക്. റോമ 12:2 ഈ ലോകത്തിന് അനുരൂപരാകരുത് എന്നെല്ലാം പറയുന്നതാണ്. ഈ ലോകത്തിന്റെ ബുദ്ധിയല്ല ദൈവരാജ്യം. അതുകൊണ്ടാണ് ദൈവരാജ്യം അനേർക്ക് കിട്ടാത്തത്. മത്തായി 11:25-27 വരെയുള്ള വചനവും ലൂക്ക 10:21-22 വാക്യത്തിലും വിവേകികളിൽ നിന്ന് വിജ്ഞാനികളിൽ നിന്നെല്ലാം മറകച്ച് നിലനിൽപ്പിച്ച് ആണ് കർത്താവ് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. ഇതുകൊണ്ടാണ് യേശു ശിഷ്യന്മാരായിട്ടവർ 7 മത്സ്യത്തൊഴിലാളികളെ എടുത്തത്. 7 പേരാണ്, ഒരു വടിനാവില്ല. അവരെ കർത്താവ് എടുക്കുകയുള്ളൂ. യേശുവിന് ആവശ്യം ഹൃദയമാണ്. അനിയർക്ക് ഈ കാര്യം അറിഞ്ഞുകൊണ്ട് എല്ലാവരുടെ വിചാരം പഠനവും ഡിഗ്രി PhD DD എല്ലാം എടുത്താൽ കിട്ടുന്ന തിയോളജി പഠിച്ചാൽ അല്ലെങ്കിൽ ഫിലോസഫി പഠിച്ചാൽ യേശുമായി അകലുകയുള്ളൂ. ഹൃദയമാണ് കർത്താവിന് ആവശ്യം. അതാണ് യേശു പറയുന്നത്, എന്റെ ഹൃദയം ഞാൻ നിങ്ങൾക്ക് തരാമെന്ന്. മത്തായി 11:28-30 വചനം. ലോലമായ ഹൃദയമാണ്. അതാണ് ഇസേക്കൽ പ്രവാചകനിൽ കൂടി പറയുന്നത്. 36-26 വാക്യം. എന്റെ ഹൃദയം ലളിതമാണ്, ലോലമാണ്, ആംസല ഹൃദയമാണ്. ഏറ്റവും മെച്ച വസ്തു നമ്മുടെ ഹൃദയമാണ്. ഓരോരുത്തരുടെയും, എന്റെയും നിങ്ങളുടെയും. അതാണ് ജെറമിയ പ്രവാചകനെ കുറിച്ച് സംസാരിക്കുന്നത്. 17-ാം അധ്യായത്തിൽ 9-ാം വാക്യം. ഏറ്റവും മ്ലേച്ഛ വസ്തുവാണ്. ഇതിടിച്ചു പൊട്ടിക്കുകയാണ് കർത്താവിന്റെ വചനത്തിന്റെ ശക്തി. എബ്രായർ 4:18 വചനം ഇതിലവാളാണ്, മൂർച്ചുള്ളതാണ്, വെട്ടി തകർത്തുകളയുന്നത്. വചനം പ്രഘോഷക്കൂറിയ വചനം ദൈവത്തിന്റെ ശക്തി അറിഞ്ഞുകൂടാം. 1 കൊരിന്ത്യർ 20 വിശുദ്ധ പൗലോസ് പറയുന്നത് ദൈവം ശക്തിയിലാണ്, വാക്കിലല്ല. ഈ ശക്തി ആർക്കും കിട്ടാത്ത കാര്യം എന്താണ്? ബുദ്ധിയിലെല്ലാം കൈകാര്യം ചെയ്യുന്ന വചനം പറയുന്നവനും വിശ്വാസം വിട്ടുപോകുന്നു. വിശ്വാസത്തിന്റെ കുറവാണ്. 1 കൊരിന്ത്യർ 9 വിശ്വാസപരമുണ്ട്. ഈ വിശ്വാസം വർദ്ധിക്കണമെങ്കിൽ ഹൃദയം ശുദ്ധി ചെയ്തിരിക്കണം. ശുദ്ധി ചെയ്ത് വരുമ്പോൾ അവസാനം ഉണ്ടാകുന്നതാണ് എന്താണെന്നറിയാമോ? ലോകാസക്തിയാണ്, വികാരങ്ങൾ. അതുകൂടി എടുത്തു കളയും ഈശോ. ഈശോ അത്ര കരുണവാനും ദയാലുവാണെന്ന് കണ്ടോ? അതാണ് വചനം കേൾക്കുമ്പോൾ. യോഹന്നാൻ 15:2-3 വചനം കേൾക്കുമ്പോഴാണ് നമ്മളെ ശുദ്ധീകരിക്കുന്നത്. ഈ വചനം ഇങ്ങനെ വന്നുകൊണ്ട് വരുമ്പോഴാണ് നിങ്ങൾക്ക് മാറ്റം വരുന്നത്. അല്ലെങ്കിൽ എങ്ങനെ വിശ്വാസം വരും? ആര് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്? വിശ്വാസം പറഞ്ഞാലൊന്നും വരില്ല വിശ്വാസം. റോമ 10:17 കേൾവിയിൽ കൂടിയാണ് വിശ്വാസം വരുന്നത്. കേൾവി. അതിനാണ് വചനം വായിക്കണമെന്ന് പറയുന്നത്. ഒരു 3 ദിവസത്തിന് മുമ്പ് സഹോദരി പറഞ്ഞു, കഴിഞ്ഞ ചൊവ്വാഴ്ച ബൈബിൾ എടുക്കുമ്പോൾ ഉറക്കം വരുന്നു, വായിക്കുമ്പോഴാണ് കേട്ടോ. ബൈബിൾ എടുക്കുമ്പോൾ ഉറക്കം വരും. ഏറ്റവും നല്ല മരുന്നാണ് ബൈബിൾ. പറഞ്ഞ ഒരു ഡോക്ടറിന്റെ പോകണ്ട, ബൈബിൾ എടുത്താൽ മതി, അപ്പോൾ ഉറക്കം വരും. അതാണ് പിശാചിന്റെ തന്ത്രം. പിശാചില്ലെന്ന് വിളിച്ചു പറയുന്നത് ഏറ്റവും വലിയ തന്ത്രമാണ്. 1 പത്രോസ് 5:8 ആദ്യകാലത്തൊന്നും അത്രയും ധൈര്യമായി പറയില്ലായിരുന്നു. കാരണം മുഖം നോക്കുമായിരുന്നു. കർത്താവിന്റെ ശക്തി വന്നാൽ പിന്നെ മുഖനോട്ടമില്ല. 2 കൊരിന്ത്യർ 2:17 മായം ചേർക്കാത്ത വചനമായിരിക്കണം എവിടെയും കൊടുക്കേണ്ടത്. വചനത്തിന്റെ ശക്തി അവർ തന്നെ അനുഭവിക്കത്തില്ല. വചനം ഭയങ്കരമാണ്. ആ വചനം വരുമ്പോൾ ജെറമ്യ 23:29 പാറ തകർക്കുന്ന പോലെയാണ് വചനത്തിന്റെ ശക്തി. വചനത്തിന്റെ ശക്തികൾ നീ ആദ്യം തന്നെ നാക്കിനെ നിയന്ത്രിക്കണം.
യാക്കോബ് 3:2. നമുക്ക് അത് നിയന്ത്രിക്കാത്തതാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്. പിന്നെ സൗകര്യങ്ങൾ എന്തെങ്കിലും പഠിക്കണമെങ്കിൽ വീട്ടിൽ പോയിട്ട് പഠിക്കാം. ഭർത്താക്കന്മാരുടെ ചോദിച്ചു. 1 കൊറിന്തോസ് 14:34-36 നാക്കിനെ നിയന്ത്രിക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ്. അപ്പൊ ആ സഹോദരി പറഞ്ഞ് ഉറക്കം വരുന്നുണ്ടാവും. അപ്പൊ പലർക്കും അവിടെ അവിശ്വാസികളുണ്ട്. വെറുതെ പറയുന്നതാണോ ഇല്ല എന്ന്. അപ്പൊ അവിടെ നിൽക്കുന്നവരെല്ലാവരും ഞാൻ വിളിച്ചു കൂട്ടി. ഇതൊക്കെ ഉണ്ടായിരുന്നു, ഇതൊക്കെ കന്യാസ്ത്രീ ഉണ്ടായിരുന്നു. അവരാണ് സംശയിച്ചു നിൽക്കുന്നത് ഇതൊക്കെ സത്യമാണോ ഇല്ല. എല്ലാവരും വിളിച്ചു കൂട്ടിയാണ്. എന്താ സഹോദരിയോട് പറഞ്ഞു, ഒരു ബൈബിൾ എടുത്തു, ഇതിങ്ങോട്ട് കാണിക്കട്ടെ പറഞ്ഞു, ഇങ്ങോട്ട് നോക്കാൻ പറഞ്ഞു. യേശുവിന്റെ നാമത്തിൽ ഉറങ്ങിക്കൊന്നു പറഞ്ഞു. ബൈബിൾ വായിക്കുമ്പോഴോ അപ്പം തന്നെ നിരത്തുള്ള വേറെന്ന് പറഞ്ഞു. നല്ല പൂക്കം വരും. അപ്പൊ ബൈബിളിന്റെ ശക്തിയാണ്, വചനമാണ് ബൈബിള്, വചനം യേശുവാണ്. വെളിപാട് 19:13. അതുകൊണ്ടാണ് ഈ വചനം എടുക്കുമ്പോൾ തന്നെ യേശുവിനെയാണ് കയ്യിലെടുക്കുന്നത്. ബൈബിള് വചനം കേൾക്കുമ്പോഴാണ് ആദ്യം വചനം ഉണ്ടായിരുന്നത്. ആദ്യം ആരാണ് ഉണ്ടായിരുന്നത്? വചനം ആരാണ്? വചനം ഏതാണ്? മറന്നുപോയി. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം, ഓർമ്മ കിട്ടാനായിട്ട്. പരിശുദ്ധരുടെ ഗൃഹം, പരിശുദ്ധരുടെ ഗൃഹം മത്തായി 5:8 പ്രദേശത്തിലുള്ള ഭാഗ്യമാണ്. അവനെ ചെയ്തിട്ട് കാണുന്നത് പ്രദേശത്ത് എങ്ങനെ വരും? തലകുത്തി എന്നാ വരിക. പിന്നെ എങ്ങനെ വരും? കുറെ പുസ്തകം നോവല് വായിക്കാൻ കിട്ടുന്നത്. പിന്നെ രാഷ്ട്രീയക്കാരുടെ പറയുകയാണെന്നാ കിട്ടും. രാമം വരും. പിന്നെ എവിടെ നിന്ന് കിട്ടും? ശുദ്ധീകരിക്കുക, എളിമ വരണം. മത്തായി 5:3 ആത്മാവിൽ ചെറുതാൻ ഭാഗ്യവാൻ. എളിമയില്ലെങ്കിൽ ഒരു പരിപാടിയും നടക്കില്ല. അതുകൊണ്ടാണ് ആർക്കും ഒന്നും കിട്ടാത്തത്. തലയിൽ തൊപ്പി മാത്രം ഇതും ഗംഭീരമല്ല. യാക്കോബ് 4:6-10 വേണം. എളിമ തുടങ്ങുന്ന ഒന്ന് നിങ്ങൾ രക്ഷ പ്രാപിച്ചു. ഇതാണ് ഈശോ കാണിച്ചത്. കാലുകൾ കഴുകി. പത്രോസിന്റെ എല്ലാ ശിഷ്യന്മാരുടെയും കാലുകളിൽ യോഹന്നാൻ 13 1-15 വേണം. ഇതുപോലെ ചെയ്താൽ മാത്രമേ നീ എന്റെ ദാസനാവുള്ളൂ. ഫിലിപ്പിയർ 2:1-15 വേണം. കാണാപ്പുറം പഠിക്കണം. എളിമ വരാനായിട്ട് മറ്റുള്ളവരെ ബഹുമാനിക്കുക. നാം ഇല്ലാതെ വരണം. യോഹന്നാൻ 3:30. എല്ലാവരും യേശു താഴോട്ടും നമ്മൾ മുകളിലോട്ടുമാണ് എല്ലാവരും വരണം. അതുകൊണ്ടാണ് യോഹന്നാൻ 3:30 നീ ഡിക്രീസ് ജീസസ് ഇൻക്രീസ് എന്ന് പറയുന്നത്. യേശു വലുതാകണം. ആ ആത്മാവിന്റെ വളർച്ചയാണത്. അപ്പൊ പക്ഷിക്കാരി ഒരിക്കൽ വന്നാൽ അതിനെ വളർത്തണം. അതിനാദ്യം ചെയ്ത നാക്ക് നിയന്ത്രിക്കണം. രണ്ടാമത്തേത് കണ്ണിനെ നിയന്ത്രിക്കണം. ലൂക്കാ 11:33-34. പിന്നെ ചെയ്യേണ്ട കാലിനെ നിയന്ത്രിക്കണം. വേണ്ടാത്ത സ്ഥലത്ത് ഓടിപ്പോകരുത്. ജെറമ്യാ 14:10. അപ്പൊ വാചനം കേൾക്കണമെങ്കിൽ ആദ്യം ഹൃദയം തുറക്കണം. അതിന് പ്രാർത്ഥിക്കണം. വചനം ലഭിക്കാൻ എഫേസ്യർ 19:20 മിസ്റ്റർ പൗലോസ് പറയുന്ന പോലെ വചനം ലഭിക്കാനായിട്ട് പ്രാർത്ഥിക്കണം. ഹൃദയം തുറന്ന് ചിലപ്പോ കരഞ്ഞ് പ്രാർത്ഥിക്കണം. അല്ലാത്തതിനൊക്കെ കരയും അല്ലേ? ഈശോയ്ക്ക് വേണ്ടി കരയാൻ കഴിയരുത്, ഹൃദയം കൊടുക്കാനും കഴിയരുത്, പ്രാർത്ഥിക്കാനും കഴിയരുത്. പ്രാർത്ഥിക്കണമെങ്കിൽ കൃപ കിട്ടണം, അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ സാധിക്കില്ല. ആദ്യം വരേണ്ട എന്താണ്? ഹൃദയം കിട്ടുമോ? വചനം കേൾക്കുമ്പോഴാണ് നമുക്ക് പശ്ചാത്താപം. അത് കിട്ടാനായിട്ടൊക്കെ പ്രാർത്ഥിക്കണം. 2 കൊരിന്തോസ് 7:9-11 വചനത്തിന് ദൈവഹിതപ്രകാരമുള്ള കൃപ കിട്ടാൻ. ചില പണമൊക്കെ നഷ്ടപ്പെടുമ്പോഴുള്ള പ്രാർത്ഥനയില്ലേ, അത് മനസാന്തത്തിന്റെ അല്ല. അതാ കിട്ടാനായിട്ട്. അല്ലെങ്കിൽ മകളെ കിട്ടിക്കണം, അല്ലെങ്കിൽ സ്വർണം മേടിക്കണം, അവന് വേറെ കടം വീട്ടണം. അത് ദൈവഹിത. കർത്താവ് നിങ്ങളെ വിളിക്കും. നിങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാല് അതിനാണ് യോഹന്നാൻ 6:44-65 പിതാവിൽ നിന്ന് ആകൃഷ്ടവും കൃപയും തരും. അത് സ്വർഗത്തിൽ നിന്ന് തന്നെ വരണം. യോഹന്നാൻ 3:27. അതാണ് കരുണയും കൃപയില്ലാതെ ഒന്നും സാധ്യമല്ലെന്ന് പറയുന്നത്. നമുക്ക് കിട്ടുന്ന കരുണയും കൃപയുമാണ്. എബ്രായർ 4:16. ഈ കരുണ, ഈ കൃപ മാത്രമേ ഉണ്ടാവുള്ളൂ അവസാനം. ഞാനൊക്കെ ഇവിടെ വന്നിരിക്കുന്നത്, ഞങ്ങളൊക്കെ വന്നിരിക്കുന്ന കൃപയിലാണ്. അല്ല ഒരു സാധനം ഞങ്ങളുടെ കയ്യിലില്ല. വല്ലതും തരാനുണ്ടോ? ഇല്ല, കൃപ മാത്രം. പക്ഷെ ആ കൃപ ഞങ്ങളല്ല പ്രവർത്തിക്കുന്നത്.
ദൈവത്തിന്റെ കൃപയാണ്. 1 Corinthians 15:10 മിസ്റ്റർ പൗലോസ് പറഞ്ഞില്ലേ? അതുപോലെ നിങ്ങളുടെ എല്ലാം ദൈവത്തിന്റെ കൃപ വരണം. ഈ കൃപ ഇങ്ങനെ വെറുതെ ഇരുന്നാൽ കിട്ടുമോ? കണ്ണുടച്ചിരുന്ന് കൊന്തയിലോട്ട് വല്ല വീട്ടുകാരും ഓർത്തുകൊണ്ടിരുന്നാലും കിട്ടിയല്ല. ആദ്യം വിശുദ്ധിയിലോട്ട് വരണം. വിശുദ്ധിയിലാണ് ഈശോയുടെ ഇരിപ്പിടം. കണ്ടോ? വിശുദ്ധി തുടങ്ങുമ്പത്തിന് കർത്താവായി പത്രോസ് എന്താ പറയുന്ന 1 പത്രോസ് 1:15 നിങ്ങളെല്ലാം വിളിച്ചിരിക്കുന്ന വിശുദ്ധിയിലോട്ടാണ്, അശുദ്ധിയിലേക്കല്ല. അതാണ് പൗലോസും പറയുന്നത്. 1 തെസ്സലോനിക്കർ 4:3-7 വരെയുള്ള വചനം. വിശുദ്ധി തുടങ്ങുമ്പോഴാണ് യേശു വരണത്. എന്തെങ്കിലും വൈരാഗ്യം ഹൃദയത്തിലുണ്ടെങ്കിൽ വിശുദ്ധി അപ്പം പോകും. എബ്രായർ 12:14-16 പറയുന്നു. അവ ഈശോയിലോട്ട് അടുക്കുന്തോറും വിശുദ്ധിയിലോട്ടാണ്. ഇതുകൊണ്ടാണ് വചനം കേട്ട് 4 കൊല്ലമാണ് എൻ്റെ അവധി. ദാനിയേൽ 12:12 ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എത്ര ദിവസമാണെന്ന് പറയാൻ മാർഗമാണ്. പറയുന്നവർ ജയിച്ച, അല്ലാത്തവരും അങ്ങനെ ഇരിക്കും. 28 കൊല്ലമായാലും അങ്ങനെ ഇരിക്കും. പ്രാർത്ഥനക്കാരാണെന്നും പറയും, കൊണ്ട് പിശാചിനെ കൊടുക്കും. പാപം ചെയ്യും. എല്ലാ പാപം ചെയ്തിട്ടും പറയും പ്രാർത്ഥനക്കാരിയാണ്. പിന്നെ കൈവച്ചാൽ ആരോ വരുന്നത്? മറ്റവനാണ്. കൈവപ്പ് വളർത്താൻ വലിയ കൃപയാണത്. ആദ്യം പലരും എതിർത്തിരുന്നു, ഇപ്പൊ പലർക്കും തോന്നി തുടങ്ങി. ശരിയാണ് പറയുന്നത്. ദാനിയേൽ 13:50 ഇതൊരു ശ്രേഷ്ഠ കൃപയാണ്. ഈ കൈവപ്പ് പ്രാർത്ഥന വൃത്തിനെക്കൊണ്ട് വെറുതെ കൈവപ്പിക്കരുത്. അത് വലിയ കൃപയാണ്, ദൈവത്തിന്റെ ദാനമാണത്. 1 തിമോത്തി 4:14 അതൊരു ദാനമാണ്. 3 ശക്തിയാണ് കൈവെക്കുമ്പോൾ വരുന്നത്. 2 തിമോത്തി 1:6-8 വരുന്ന വചനത്തില് അത് വിശുദ്ധി പാലിച്ചിരിക്കണമെന്നാണ്. 1 തിമോത്തി 5:22-23. അതുകൊണ്ടാണ് ചിലരുടെ പാപം വേഗം വെളിപ്പെടും, ചിലരുടെ പാപം കുറച്ച് കഴിഞ്ഞിട്ട് വെളിപ്പെടുകയുള്ളൂ. 1 തിമോത്തി 5:24-25. പിന്നെ ഞങ്ങൾ വരുന്ന വഴിക്ക് സ്ഥലത്ത് കയറി 2 സഹോദരികൾ താല്പര്യമുണ്ടവർക്ക് കർത്താവിൽ വരാൻ. കുറെ കൊല്ലമായി കിടന്ന പരിപാടി എടുത്ത് നടക്കണം. 2 പേര് യേശുവിനെ ഇടയ്ക്ക് എത്തിയിട്ടുമില്ല, കണ്ടിട്ടുമില്ല, ഒരു കൃപയിലും വന്നിട്ടുമില്ല. എന്തുകൊണ്ടാണ്? ആദ്യം തന്നെ ഭർത്താവിനെ സ്നേഹിക്കാൻ പഠിച്ചു. ആദ്യം ഭർത്താവിന് അടിമപ്പെട്ടാലേ കൃപ വരുള്ളൂ. 1 പത്രോസ് 3:1 ഭർത്താവിന് അടിമപ്പെടാതെ എവിടെയാണ് കൃപ കിട്ടുന്നത്? ഭർത്താവിനെ ബഹുമാനിക്കണം, ഭർത്താവിനെ സ്നേഹിക്കണം എന്നാണ്. എഫേസ്യർ 5:22 അതൊന്നുമില്ലാതെ 1 കൊരിന്ത്യർ 1-6 വരെയുള്ള വചനത്തിലും 10-16 വരെയുള്ള വചനത്തിലും പാലിച്ചാലേ കൃപ വരുള്ളൂ. അവർ കിടന്ന് പ്രയാസപ്പെടുകയാണ്. എന്തുകൊണ്ടാണ്? അവർക്ക് വീക്ഷിക്കാൻ അറിയാൻ സാധിക്കുന്നില്ല. ആരാണ് ശരി, എന്താണ് സത്യം, എവിടെയാണ് കൃപകൾ? എല്ലായിടത്തും ഓടിയാണ്. ആദ്യം വേണ്ടത് ഇന്നാണ് അതിലൊരു സഹോദരി പറഞ്ഞത്. അങ്ങനെ ആരും പറയാതെ ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. ആദ്യം കിട്ടേണ്ടത് 1 കൊരിന്ത്യർ 12:10 വേദന പരം. എല്ലാവരും വിജയിച്ചറിയണം ആരാണ് എന്താണെന്ന്. ഉണ്ടോ? ഒരുത്തനൊരു ബൈബിളും വെച്ച് നടന്നാലോ അത് പറഞ്ഞ് ഇത് വിശ്വസിക്കരുത്, ആരെയും വിശ്വസിക്കരുത്. ഒരുത്തൻ സിഗരറ്റ് വലിച്ചിട്ട് വചനം പറഞ്ഞാൽ അവർ യേശുവിലല്ല. രഹസ്യമായി മദ്യം കുടിച്ചിട്ട് വരുന്ന യേശുവിലല്ല. വ്യഭിചാരത്തിൽ നടന്നിട്ട് വന്നാൽ യേശുവിലല്ല. കർത്താവിന്റെ വചനം പാലിക്കുന്നവരാണ് എന്റെ സഹോദരന്മാരെന്ന് ലൂക്കാ 8:21. അപ്പൊ ഈ കൃപ കിട്ടണമെങ്കിൽ ശക്തമായി പ്രാർത്ഥിക്കണം. അല്ലെങ്കിൽ എങ്ങനെയാണോ അറിയും? വളവനെ എല്ലാം ഇതാണെന്ന് വിചാരിക്കും. അതാണ് എല്ലാം പരാജയപ്പെടുന്നത്. വിചാരിച്ച് ഉടനെ വരുമോ? 2 കൊരിന്ത്യർ 11-12 മനസ്സില് മാലാഖ വിചാരിച്ച് മാലാഖയായിട്ട് അഭിനയിച്ച് കാണിക്കും. എല്ലാവരും പറ്റിക്കും. കണ്ടോ? അത് കൃപയുണ്ടെങ്കിലോ ആ നിമിഷത്തെ പിടിക്കാൻ അനേകം കൃപകളുണ്ട്. വെളിപാട് 2:2 അപ്പോസ്തലമാണോ ഇല്ലെന്ന് അപ്പം കണ്ടുപിടിക്കാം. ദൈവം അനേകം കൃപകൾ തരും. യോഹന്നാൻ 4:10 ദൈവത്തിന്റെ ദാനങ്ങൾ എന്താണെന്ന് അറിയിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ ദാനം സ്നേഹമാണ്. ഈ സ്നേഹത്തിന്റെ ആധിക്യം വന്ന് മുറ്റി പറയൽ എല്ലുകളല്ലേ, എല്ലിനിടയിൽ കയറണം. അതിലും ഭയങ്കരമായിട്ട് സ്നേഹം വന്ന് കയറണം. അപ്പോഴാണ് കൃപകൾ ആധിക്യം വരുന്നത്. ഈ കൃപകളിൽ ആധിക്യം വരുമ്പോഴാണോ രോഗം തരണത്? ഉണ്ടോ?
അല്ലെങ്കിൽ രോഗമൊന്നും ഉണ്ടായില്ല. പ്രാർത്ഥിക്കാൻ നല്ല കൃപയുള്ളവർക്ക് രോഗം ഉണ്ടാവും. ഒന്ന് പ്രാർത്ഥിച്ച് ഒന്ന് രോഗം കിട്ടി, അത് പ്രാർത്ഥിച്ച് കിട്ടിയോ എന്നൊക്കെ വേറെ ഒന്നും കൊടുക്കുക. പിന്നെ അഹങ്കരിക്കാതിരിക്കാൻ 2 കൊരിന്ത്യർ 12:7 ഒരു മുള്ളുകളെന്ന് പറഞ്ഞു. കൃപകളിൽ ആധിക്യം വരുമ്പോഴാണ്. കൃപ സ്നേഹത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. അതാണ് 1 കൊരിന്ത്യർ 14:1 സ്നേഹമാണ് ഏറ്റവും വലിയ കൃപ. സ്നേഹം ഇങ്ങനെ നിറഞ്ഞു വരുമ്പോഴാണ് നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുന്നത്. അല്ലെങ്കിൽ എങ്ങനെ വിശ്വാസം വരും? ആദ്യം തന്നെ ക്ഷമിക്കുമ്പോൾ തന്നെ തുടങ്ങുന്ന ഹൃദയത്തിൽ പ്രവർത്തനം. ഈശോ നോക്കുന്ന ഹൃദയമാണ്. 1 സാമുവേൽ 16:7 നിന്റെ സൗന്ദര്യമല്ല, നിന്റെ ഉയരമല്ല, ഹൃദയം മാത്രമാണ് നോക്കുന്നത്. ഹൃദയം കർത്താവ് പരിശോധിച്ച് നോക്കും. വെളിപാട് 2:23 പറയുന്ന പോലെ ഏതവസ്ഥയിലാണെന്ന് ആ ഹൃദയത്തില് വാചനം വന്നു. അതാണ് 4 കൊല്ലം എന്ന് പറഞ്ഞത്. ദാനിയേൽ 12:12 പറഞ്ഞു. ഈ 12:12 കർത്താവ് ഉപമകളിൽ പറഞ്ഞേക്കണം. ലൂക്കാ 13:6 തൊട്ട് 9 വരെ ഒരു അത്തിവൃക്ഷം വെച്ചു, 3 കൊല്ലം വളമിട്ട്, 1 കൊല്ലം വന്ന് നോക്കാൻ വന്നപ്പോ ഒന്നുമില്ല. 1 കൊല്ലം കൂടി കിടക്കട്ടെ. 4 കൊല്ലമായപ്പോഴത്തേക്കും വന്ന് നോക്കിയിട്ട് ഒന്നും കണ്ടില്ലെങ്കിൽ എന്താ ചെയ്യണം പറയാമോ? പറ്റി തീരും. എന്തുകൊണ്ടാണ് ഈ 4 കൊല്ലം വരുമ്പോ ഒന്നും പുറപ്പെടാതെ ഇരിക്കുന്നപ്പോൾ കാലത്തോട്ട് ചാടി ചിലര്? ഏഷ്യ പ്രവാചകൻ 30:15 ഒന്ന് വായിച്ചു കൊടുക്കാൻ 30:15 തൊട്ട് 18 വരെയുള്ള വചനം. സ്വസ്ഥമായിരിക്കുക, സ്വസ്ഥതയും ആശ്രയവും വേണം. അതിനാൽ ഇസ്രായേലിന്റെ പരിശുദ്ധനായ ദൈവമായ കർത്താവ് അരുളി ചെയ്തു, തിരിച്ചു വന്ന് സ്വസ്ഥമായിരുന്നാൽ നിങ്ങൾ രക്ഷപ്പെടും. സ്വസ്ഥതയും ആശ്രയവും ആയിരിക്കും നിങ്ങളുടെ ധനം. എന്നാൽ നിങ്ങൾ അങ്ങനെ ആയിരിക്കുകയില്ല. നിങ്ങൾ പറഞ്ഞു, ഇല്ല, ഞങ്ങൾ കുതിരപ്പുറത്ത് കയറി ശീഘ്രം സഞ്ചരിക്കും. അതിനാൽ നിങ്ങൾ വേഗം അകന്നുപോകും. ഞങ്ങൾ ശീഘ്രതയുള്ള പടക്കുതിരയുടെ പുറത്ത് സഞ്ചരിക്കും എന്ന് നിങ്ങൾ പറഞ്ഞു. അതിനാൽ നിങ്ങളെ പിന്തുടരുന്നവരും അതിവേഗമായിരിക്കും വരിക. ഒരുവനെ പേടിച്ച് 1000 പേർ ഓടും. 5 പേർ ഭീഷണിപ്പെടുത്തിയാൽ നിങ്ങൾ എല്ലാവരും ഓടും. നിങ്ങളിൽ അവശേഷിക്കുന്നവർ മലമുകളിലെ കൊടിമരവും കുന്നിൻ മുകളിലെ ചൂണ്ടുപലകയും പോലെ ആയിരിക്കും. അതിനാൽ നിന്നോട് ഔദാര്യം കാണിക്കാൻ കർത്താവ് കാത്തിരിക്കുന്നു. നിന്നോട് കാരുണ്യം പ്രദർശിപ്പിക്കാൻ അവിടുന്ന് തന്നെ ഉയർത്തുന്നു. എന്തെന്നാൽ കർത്താവ് നീതിയുടെ ദൈവമാണ്. അവിടത്തേക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. കാത്തിരിക്കണം. 4 കൊല്ലം അതിനാണ് പറയുന്നത് ആഴ്ചക്കുള്ള ഉള്ളത് കഴിക്കുക. ഏഷ്യ 37:30 തൊട്ട് 35 ഉള്ളത് നമ്മൾ വായിച്ച് ആഴ്ചക്കൊല്ലം കിട്ടുന്ന വചനങ്ങൾ കഴിച്ചിരിക്കുക. 2ാമത്തെ കൊല്ലം അതുപോലെ ചെയ്യുക. കണ്ടോ? അതല്ല ഇരിക്കുന്ന തന്നെ ചാടിയാണ്. 1 തിമോത്തി 3:6-7 അഹങ്കാരം കയറി പിശാച് വേഗം കൊണ്ടുപോകും. അങ്ങനെ മിക്ക സൗകര്യങ്ങളും വേഗം പിശാച് കൊണ്ടുപോകണം. പിശാച് വലിയ ഇഷ്ടമാണ് സൗകര്യങ്ങൾ വേഗം കൊണ്ടുപോകും. കണ്ടോ? ആപമുണ്ട് അമ്മയുണ്ട് ആരെയാണ് ആദ്യം കൊണ്ടുവരും പറയാം. വേഗം പോകും. കാരണം ആപത്തിന്റെ വാരിയിൽ നിന്നാണ്. അത് തന്നെ വിശ്വസിക്കാൻ പറ്റാത്ത കാര്യം എന്താണ്? ജഡത്തിൽ കിടക്കുന്നതുകൊണ്ടാണ്. ബുദ്ധിയിലാണ് എല്ലാം കാണുന്നത്. ദൈവത്തെ കണ്ണും പൊട്ടി വിശ്വസിക്കണം. കണ്ണും പൊട്ടി എന്താ? ഒരു ബൈബിളും ഇല്ലാതെ വിശ്വസിക്കുക. അതുപോലുള്ള വിശ്വാസമായിരിക്കണം. അതാണ് ഗലാത്യ 3:14 വിശ്വാസം. നീതിയുടെ വിശ്വാസത്തിൽ കൂടി ആയിരിക്കണം. അബ്രഹാം എങ്ങനെ വിശ്വസിക്കും? കൊല്ലം പറഞ്ഞപ്പോ വാളെടുത്ത് മാന വെട്ടാൻ പോയി. നിങ്ങളാണെങ്കിൽ വെട്ടുവോ? ദൈവം അവിടെ പറഞ്ഞാൽ ഞാൻ വെട്ടിയതെന്ന് പറയുന്നത് അവനാന്ന് പറയുന്നത്. ആ വെട്ടാൻ ആ നിമിഷത്തിൽ ചെയ്യാനുള്ള ധൈര്യം കർത്താവ് തന്നോളൂ. ആ വിശ്വാസം അതാണ്. ഈ വിശ്വാസമാണ് പത്രോസിന്റെ വിശ്വാസം. ഇതാണ് മത്തായി 16:17 ഈശോ പറയുന്നത്, മാംസരക്തങ്ങളല്ല എന്റെ പിതാവായ ദൈവമാണ് എന്നെ ഒക്കെ വെളിപ്പെടുത്തി തന്നതാണ്. പത്രോസ് എന്താ പറഞ്ഞത്? മത്തായി 16:16 ഈ ജീവനുള്ള ദൈവത്തിന്റെ പുത്രൻ. ആ വിശ്വാസമായിരിക്കണം. നമ്മുടെ വിശ്വാസം ഇപ്പൊ ഇവിടം വരുമെന്നുണ്ടെങ്കിൽ എല്ലാം ദൈവമാണ്. പിന്നൊക്കെ കാണുന്നത് എങ്ങനെയാണ്? പിന്നെ പലതരത്തിലാണ്. ദുരിതത്തിൽ കൂടിയൊക്കെയാണ് ഈശോ വരണം. എന്തെല്ലാം സാത്താന്റെ എന്തെല്ലാം തന്ത്രങ്ങൾ അത് കണ്ടുപിടിക്കാനുള്ള കഴിവില്ലാത്തതുകൊണ്ടാണ്. ആത്മാവിലായിരിക്കണം, ധൈര്യമായിരിക്കണം.
വിശുദ്ധിയുള്ളവന് ഇതെല്ലാം കണ്ടുപിടിക്കാൻ സാധിക്കുമല്ലോ. ഇതൊക്കെ 22, 26 വിശുദ്ധിയിൽ കൂടി മാത്രമേ എല്ലാം ബ്ലാക്ക് വസ്തുക്കളെല്ലാം അറിയാൻ സാധിക്കുകയുള്ളൂ. മന്ത്രവാദങ്ങളെല്ലാം, അല്ലെങ്കിൽ മന്ത്രവാദമില്ല, ഒന്നുമില്ല, പിശാചുമില്ല, ഈശോയില്ലെന്ന് പറയണം. ഉണ്ടോ? എല്ലാം തള്ളി പറയും. പ്രധാനം ഫിലിപ്പിയർ 3:19 അവന്റെ ഉദരമാണ് അവന്റെ ദൈവം. ഭക്ഷണത്തിൽ താല്പര്യമുള്ളത് ഒന്നും കിട്ടിയല്ല. ഓസിയ പ്രവാചകൻ 5:4 പറഞ്ഞ പോലെ വ്യഭിചാരത്തിന്റെ ഭൂതമായിരിക്കും അവന്റെ കുടികൊള്ളുന്നത്. പലതരം ഭൂതങ്ങളുണ്ട്. ഉണ്ടോ? ഓരോരുത്തരും തോവിക്ക് 3:8 ബന്ധിച്ചു ഈ വ്യഞ്ജന പ്രാർത്ഥന പറഞ്ഞു തരാം ഇത് കഴിഞ്ഞിട്ട്. അപ്പോ അതൊന്ന് വായിച്ചു കേൾപ്പിക്കുന്നത്. ആദ്യത്തെ കൊല്ലം കിട്ടണോ ഭക്ഷിക്കണം, വചനം. രണ്ടാമത് 3-ാമത്തെ കൊല്ലം വേണം അതൊക്കെ പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങേണ്ടത്. രോഗികളെ പ്രാർത്ഥിക്കുക, രോഗികളെ നോക്കുക. 4 കൊല്ലത്തിന് ആ നേരത്ത് പ്രാർത്ഥന 4 കൊല്ലം കഴിഞ്ഞാൽ വീണ് പോയില്ല. 1 കൊരിന്ത്യസ് 10:13 ഏത് പ്രലോഭനം വന്നാലും അതിനെ തടുക്കാനുള്ള ശക്തി ലോർഡ് ജീസസ് യേശു തരുന്ന നിങ്ങൾക്ക്. താന്നുകൊണ്ടിരിക്കും. അപ്പോഴാണ് കൃപകളെല്ലാം അറിയാൻ തുടങ്ങുന്നത്. അല്ലെങ്കിൽ ബുദ്ധിയിലല്ല കൃപകള്, ആത്മാവിലാണ്. സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കണമെന്ന് യോഹന്നാൻ 4:23-24 ഈശോ സമരിയാക്കാരെ സ്ത്രീക്ക് വെളിപ്പെടുത്തി കൊടുത്തത്. ഇതാണ് ഏറ്റവും വലിയ രഹസ്യം. അതുകൊണ്ടാണ് നാം ആരാധിക്കേണ്ടത്. ആരാധന എന്ന് പറഞ്ഞാൽ ഒച്ച ഉണ്ടാക്കണമല്ല. റോമ 12:1 നമ്മളെ തന്നെ വിശുദ്ധീകരിച്ച് സമർപ്പിക്കുന്നതാണ്. ഈ വിശുദ്ധിയുള്ള എല്ലാ വിശുദ്ധരും വിശുദ്ധിയിലാണ് വന്നത്. കണ്ടോ? നിങ്ങളും എല്ലാം വിശുദ്ധി വരും. ജ്ഞാനം 6 തൊട്ട് 11 വരണം. വിശുദ്ധമായത് വിശുദ്ധിയോടെ വിശുദ്ധരാകണം. നാം വിശുദ്ധരാണോ അല്ലയോ? പറയാമോ? പറയാം. ആണോ അല്ലയോ? പേടിയാണ് എല്ലാവർക്കും പറയാം. 1, 10, 2, 9, 10 നാം വിശുദ്ധജനമാണ്. അത് പറഞ്ഞ് പഠിക്കണം. പറയാമത് എന്നാലേ ഇതിലോട്ട് വരുവുള്ളൂ. വിശുദ്ധജനമാണ്. എന്താ വചനം വരുമ്പോൾ നിങ്ങൾ വിശുദ്ധരായി. യോഹന്നാൻ 10:34-35 ആരുടെ അടുക്കിലോട്ട് വചനം വരുന്നു അവനൊക്കെ കൊച്ചു ദൈവങ്ങളായി. 1 യോഹന്നാൻ 2:14 വചനം നിങ്ങളിൽ വരുമ്പോ നിങ്ങൾ ശക്തരാണ്. നിങ്ങൾ ശത്രുവിനെ പിശാചിനെ കിടക്കിയിരിക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങളെ ഞാൻ യേശുവിനെ നാമമെന്ന് പറയണ്ടേ. ഇപ്പൊ അതുകൂടി വേണ്ടത്. കൈ പൊക്കിയാൽ മതി, അപ്പത്താകത്തോ. ഞാനാണോ പ്രവർത്തിക്കുന്നത്? ധൈര്യമായിട്ട് പറ. അല്ല, വചനമാണ്. വചനത്തിന് ശക്തിയാണ്. ഇത് മറ്റുള്ളവർക്ക് മനസ്സിലാകുന്നില്ല. അവർ വിചാരിക്കുന്നത് ആര് കൊടുത്ത് എവിടെ നിന്ന് കൊടുക്കുന്നൊക്കെ. അത് ഈശോയുമായിട്ടുള്ള ബന്ധമാണ് നമ്മുടെ. 1 കൊരിന്ത്യസ് 1:9 യേശുവായിട്ട് അഗാധ ബന്ധം നിങ്ങൾ ഉണ്ടാക്കണം. നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഭർത്താവിനോടൊന്ന് കൂടുതൽ അടുക്ക്. അപ്പോൾ ഈശോ കൂടുതൽ വരും. അല്ലേ? ഭാര്യ ഭർത്താവ് 2ആണോ 1ആണോ? 2ആണ്. അതറിയാം. ഇത്രയും നാൾ 2ആയിട്ടാണ് വെച്ചിരുന്നത്. അതുകൊണ്ടാണ് എന്തോ പലതും മറച്ചു വെച്ചുകൊണ്ടല്ലേ ഭർത്താവിനൊക്കെ പോകണം. ഭർത്താവും മറച്ചു വെക്കും ഉള്ളതെല്ലാം. അപ്പൊ 2 അകലിയാണ്. ഉടനെ ആരവിടെ വരും? യോഹന്നാൻ 10:10 സംശയം ഉണ്ടാക്കുന്നുണ്ടെന്നാണ് വീട്ടിൽ. സംശയം വന്നാൽ ഉടനെ ഭവനം നശിക്കുകയാണ്. കണ്ടോ? ലൂക്കാ 15:17 മത്തായി 12:25 അന്തഃഛിദ്രമുള്ള ഭവനം നശിച്ചു പോകും. അന്തഃഛിദ്രമുള്ള രാജ്യം നശിക്കും. സാത്താൻ വരുന്ന നല്ലതിനെ ചിന്തയ്ക്ക്. അവൻ നുണയനാണ്. യോഹന്നാൻ 8:44 നുണ മാത്രമേ പറയുള്ളൂ. ദൈവത്തിന്റെ എല്ലാം നിറഞ്ഞ് വായിച്ചു കേൾപ്പിച്ചോളൂ. സാത്താന്റെ ഡെഫിനിഷൻ അപ്പോസ്തലപ്രവൃത്തികൾ 13:10 നല്ല ഡെഫിനിഷനാണ്. അതാണ് പുതിയ നിയമത്തിലെ ഏറ്റവും നല്ല ഡെഫിനിഷൻ ബൈബിളിൽ. അവന്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് സകലതിനും കണ്ടം വെക്കും. അവനെ ആരിലും കയറും, എല്ലാവരിലും വരുവാൻ. ട്രാഫിക് ഇല്ലെങ്കിൽ എഫോസസ് 6:18 പ്രാർത്ഥനയെതിരായിരുന്ന നിങ്ങൾ രക്ഷപ്പെടാറില്ല. ഇതാണ് റോമ 12:12 പ്രാർത്ഥനയിൽ സ്ഥിരത ഉള്ളവനായിരിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തണം. അതുകൊണ്ടാണ് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അപ്പം കൃപ കിട്ടും. പ്രഭാഷണം 32:14 എഴുന്നേറ്റ് ഉടനെ റോമ 4:20 പ്രകാരം കൈപൊക്കി സ്തുതിക്കണം. സ്തുതിക്കുമ്പോഴാണ് വിശ്വാസം വർദ്ധിക്കുന്നത്. ഇങ്ങനെയാണ് സ്തുതിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഭാഷാപരത്തിലായിരിക്കുന്ന സ്തുതിക്കും.
ഭാഷാപരം വരുമ്പോഴാണ് നമ്മുടെ സ്വന്തം ആത്മാവിന് ശക്തി വരുന്നത്. അല്ലെങ്കിൽ ആത്മീയ ശക്തി ഉണ്ടായാലും ഇങ്ങനെ ബുദ്ധിയിൽ നടക്കും. എല്ലാവരും കാണുന്ന ബുദ്ധിയിലായിരിക്കും. ഇപ്പൊ കുറെ പണം ഉണ്ടെങ്കിൽ ആ പണത്തിലേ കാണുള്ളൂ. കണ്ടോ? ആദ്യം ചോദിക്കുന്നത് എത്ര ഏക്കർ സ്ഥലമുണ്ടെന്ന് ചോദിക്കും. കേട്ടിട്ടുണ്ടോ? എന്നിട്ടാണ് എന്നാ വലിയ കസേരേക്കർ. അവന് 6000 ഏക്കർ എന്ന് പറഞ്ഞ അർത്ഥം വേണമെങ്കിൽ പുറത്തുനിന്ന് കസേര ഉണ്ടോന്ന് ഇട്ടുള്ളൂ. വചനം ഉണ്ടെന്ന് പറഞ്ഞല്ലോ അവന് വിലയില്ല. അതാണ് അവൻ ആത്മാവിലല്ല. അങ്ങനെയുള്ളവർ മരിക്കുമ്പോഴാണ് പിശാചിന് വലിയ ഇഷ്ടം. വേഗം കൊണ്ടുപോകും. യാക്കോബ് 4:5 ആത്മാവിനാണ് പിശാചിന് ആവശ്യം, ദൈവത്തിന് അത് തന്നെയാണ് ആവശ്യം. ഈശോ വന്ന എന്തിനാണ്? പാപികളെ തേടിയാണ്. മത്തായി 9:12-11 ഇതുകൊണ്ടാണ് ഏറ്റവും വലിയ ഭാവികൾക്കാണ് ഏറ്റവും കൂടുതൽ കൃപ കൊടുക്കുന്നത്. റോമ 5:20 പാപത്തിന് മുകളിലാണ് കൃപ. അതുകൊണ്ട് ഇപ്പൊ ചിലരൊക്കെ പാപം ചെയ്ത് നടക്കുന്നുണ്ട്. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി. ഇഷ്ടം പോലെ പാപം ചെയ്തോട്ടെ. മടങ്ങി വരുമ്പോഴോ നിങ്ങളുടെ മുമ്പിലായിരിക്കും. ഇതാണ് ആത്മീയത്തിൽ. മത്തായി 19:30 മത്തായി 20:10 മുമ്പം തുമ്പ് തുമ്പം പറയും വരും. അന്ന് വായിച്ചപ്പോൾ അജ്ഞതാന്ന് അറിയാമോ? സാത്താന്റെ സന്താനമേ, സകല നീതിക്കും എതിരായവനെ, ദുഷ്ടതയും വഞ്ചനയും നിറഞ്ഞവനെ, ദൈവത്തിന്റെ നേർവഴികൾ വിശ്വസിക്കുന്നതിൽ നിന്ന് വിരമിക്കുകയില്ല. സകല വഞ്ചന ചെയ്യും, സകല നേർവഴിയും ചെയ്യും, എല്ലാം ചെയ്യും. ഇവൻ അറിയണമെങ്കിൽ കൃപ വേണം. അല്ലെങ്കിൽ പിശാചില്ലെന്ന് എവിടെയോ വിളിച്ചു പറയും. ആൾക്കാർ പേടിക്കുന്നു. അതൊരു കപടതയാണ്. യേശു പറയാതിരിക്കാനൊരു വഴിയാണ്. വചനം ആർക്കും വളച്ചടിച്ച് തിരിച്ച് സാധ്യമല്ല. 2 പത്രോസ് 1:20-21 അതുകൊണ്ടാണ് മനസ്സാന്തരം കിട്ടാത്തത്. ഈശോയെ അതുപോലെ നാം സ്വീകരിക്കണം. പാപബോധം, പശ്ചാത്താപം. പത്രോസ് 2 അപ്പോസ്തലപ്രവർത്തനം 2:37-40 വനത്തില് യഹൂദര് പത്രോസിനോട് ചോദിച്ച് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുക, പാപബോധം വരിക, പശ്ചാത്തപിക്കുക. സ്വല്പം പശ്ചാത്തലമല്ല ആവശ്യം ദൈവത്തിന്. നിങ്ങളുടെ പൂർണ്ണ ഹൃദയമാണ് നമ്മുടെ ജോയിയ പ്രവാചകൻ 2:12-13 പൂർണ്ണ ഹൃദയം. ആ ഹൃദയം വിഭജിച്ച ഹൃദയം വേണ്ടെന്ന് പറയുന്നതാണ്. പൂർണ്ണമായിട്ട് വേണം കർത്താവിന് കൊടുക്കാനായിട്ട്. സംശയം നിൽക്കരുത്. വിശ്വാസം. ഈ വിശ്വാസം എന്ന് പറഞ്ഞാൽ ആദ്യം വിശ്വാസം വരേണ്ടത്. ചിലർ പറയാൻ വിശ്വാസമല്ല, നമുക്ക് പ്രവൃത്തിയാണ്. അത് കപടതയാണ്. പ്രവൃത്തിയല്ല, വിശ്വാസമാണ്. റോമ 11:1-10 നിദ്രാലസ്യം ആത്മാവായിരിക്കും പ്രവർത്തിച്ചു നടക്കുന്നവരുടെ. പ്രവൃത്തിയല്ല, വിശ്വാസമാണ് ആദ്യം വരേണ്ടത്. അതുകൊണ്ടാണ് ആരിൽ വിശ്വാസം വരുന്ന അവനെ ഉടനെ ദൈവമകനും മകളുമാകുന്നത്. യോഹന്നാൻ സുവിശേഷം 1:12-13 ഇതുകൊണ്ടാണ് റോമ 9:30-33 വിശ്വാസത്തിൽ കൂടിയാണ് നീതീകരിക്കുന്നത്. ഏറ്റവും പ്രധാന വിശ്വാസമാണ്. യാക്കോബ് ആർക്കൊക്കെ എല്ലാവർക്കും വിശ്വാസം കേട്ടോ. വിശ്വസിച്ചു കഴിഞ്ഞാൽ വചനം കേൾക്കുമ്പോഴാണ് യേശുവിനുള്ള വിശ്വാസം വരുന്നത്. എല്ലാ വിശുദ്ധരും വചനം കേട്ടിട്ടാണ് വന്നത്. അതിൽ ഏറ്റവും കൂടുതൽ വചനമുള്ളത് ചെയ്യാനിരിക്കുകയാണ് ഹൃദയത്തിൽ കേട്ടോ. വചനം കേൾക്കുമ്പോൾ കൂടുതൽ വചനം വരുമ്പോൾ നിങ്ങൾ ആത്മീയ ശക്തിയാവുന്നു. 2 തിമോത്തി 1:7 നിങ്ങൾ ആത്മാവിന് ശക്തി കൂടും. ഭയം വരുന്നത്, ഭീരുത്വം വരുന്നത് വചനം ഇല്ലാത്തതുകൊണ്ടാണ്. 1 യോഹന്നാൻ 5:12 യേശുവില്ലെങ്കിൽ മരിച്ച അവസ്ഥയിലായിരിക്കും, പേടിയായിരിക്കും. എന്ത് സംഭവിക്കും? നിങ്ങൾ പ്രാർത്ഥിച്ചു നോക്ക്. കൂടുതൽ പാപത്തിൽ നിന്ന് വിട്ടുവേണം പ്രാർത്ഥിക്കാൻ. യോഹന്നാൻ 9:31 പാപിയുടെ പ്രാർത്ഥന കേൾക്കില്ല. അതാണ് യേശയ്യ 59:1-8 വനത്തിൽ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ ഹൃദയം ശുദ്ധീകരിക്കണം. യേശയ്യ 1:22-25 വനത്തില് കളങ്കവും കറയില്ലാതെ ആക്കി മാറ്റും നമ്മുടെ ദൈവം. ഭോഗാസക്തി കൂടി എടുത്ത് കളയും. ഇസേക്കൽ പ്രവാചകന്റെ പുസ്തകത്തില് 24:9-14 വചനം
ഇതാണ് ഈ ശുദ്ധീകരണം. വചനം കൊണ്ടാണ് ശുദ്ധീകരിക്കുന്നത്. യോഹന്നാൻ 3:3, 3:5. വീണ്ടും ജനനം. അതാണ് ഈ കുമ്പസാരങ്ങളെല്ലാം, കുദാശകളെല്ലാം നല്ല പൂർണ്ണ കുമ്പസാരം കഴിച്ച് വീണ്ടും കുമ്പസാരിച്ച് വരുമ്പോൾ ഇതിന് ഈ സഭയെ ഉണ്ടാക്കി പത്തോസിൽ കൂടി കർത്താവ് കൊടുത്തത് എന്തിനാണ്? ഇത് വിശുദ്ധരാണ്. വിശുദ്ധിയിൽ വന്നാൽ മാത്രമേ സഭയുള്ളൂ, അല്ലെങ്കിൽ സഭ പോകും. അതുകൊണ്ടാണ് സെന്റ് പോളില്ലായിരുന്നെങ്കിൽ ഇത് എവിടെ ഉണ്ടായിരുന്ന നമ്മളിലുണ്ടോ? അതിനാണ് സെന്റ് പോളിനെ കൊണ്ടുവന്നത്. ഫ്രാൻസിസ് അസീസി വന്നില്ലെങ്കിലും ഒക്കെ തീറായി പോയാണ് എല്ലാം തമ്മില്. അതുകൊണ്ട് ദൈവം ഓരോരോ പ്രവാചകന്മാരെല്ലാം അയക്കുന്നത്, സംസാരിക്കുന്നവരിൽ കൂടി. മത്തായി 10:20 ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കും. ആ ജ്ഞാനം തരും ദൈവം. ജ്ഞാനം ലൂക്കാ 21:14-15 വാക്യത്തില് ദൈവത്തിന്റെ ആത്മാവും ജ്ഞാനത്തിന്റെ ആത്മാവും ജ്ഞാനമാണ് നിങ്ങളെ കൂടി സംസാരിക്കുന്നത്. ഇതുകൊണ്ടാണ് ജ്ഞാനവും പരിശുദ്ധാരിയും ഇല്ലെങ്കിൽ സ്വർഗീയ കാര്യങ്ങൾ എങ്ങനെ അറിയുമെന്ന് ജ്ഞാനം 9:16-19 വേണം. ഞാൻ അന്ന് ചോദിച്ച പോലെ നിങ്ങൾക്ക് എത്ര താടിയുണ്ടെന്ന് പറയാൻ പറ്റുമോ? എത്ര മക്കളുണ്ടെന്ന് പറയാൻ പറ്റും? എത്രയാണ് ലോകത്തിന്റെ കാര്യം അറിയാൻ ഇത്ര ബുദ്ധിമുട്ട്. പിന്നെയാണ് ദൈവീക കാര്യങ്ങൾ അറിയുന്നത്. ദൈവീക കാര്യങ്ങൾ അറിയാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മിൽ വരണം. മനുഷ്യക്കാർ വന്നിങ്ങനെ കുറഞ്ഞു പോയാൽ പോലെ അതവിടെ വാസം അർപ്പിക്കണം. യോഹന്നാൻ 14:23 പറയുന്നത് കൽപ്പനകൾ പാലിക്കുകയാണ് ഏറ്റവും പരമപ്രധാനം. 1 കൊറിന്തോസ് 7:19 ദൈവത്തിന്റെ കൽപ്പനകൾ പാലിക്കും, വെയിറ്റ് ചെയ്യണം. കൽപ്പനകൾ പാലിക്കുന്നവർക്കാണ് എല്ലാം ഈശോ വെളിപ്പെടുത്തി കൊടുക്കുന്നത്. യോഹന്നാൻ 14:21 ആരും നിങ്ങളെ പഠിപ്പിക്കേണ്ട അവസാന നാളുകളിൽ. ജെറമ്യ പ്രവാചകൻ 31:34 എല്ലാവരും ആരെ പഠിപ്പിക്കാൻ നടക്കുന്നത്? നിങ്ങളെല്ലാം ആകർഷിച്ചു വരും, എല്ലാം ഓടും. ദൈവവേദന തന്നെ പറയും ഭക്ഷണ ക്ഷാമമോ ജലത്തിന്റെ ക്ഷാമമല്ല, വചനത്തിന്റെ ക്ഷാമമാണെന്ന് ആമോസ് പ്രവാചകൻ 8, ആമോസ് 8 11-13 പറഞ്ഞു. അപ്പോ ആദ്യം ആ വചനമൊക്കെ വായിച്ചപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അത് തന്നെ 2 രാജാക്കന്മാർ 19:29-34 പറഞ്ഞു. അത് തന്നെ മറ്റൊരു വായിക്കാം. 7:37-30-35 പറഞ്ഞു. ഇത് പ്രത്യേകിച്ച് ഈ 4 കൊല്ലത്തെ കാര്യം പറയുകയാണെന്ന് വെച്ചാൽ നിങ്ങളെ പഠിപ്പിക്കാനാണ് പറഞ്ഞത്. 4 കൊല്ലം നിങ്ങൾ പിടിച്ചു നിൽക്കണം കേട്ടാൽ ഇതിനെ പോകരുത്. നാക്കിനെ നിയന്ത്രിക്കുമ്പോൾ തന്നെ പിടിച്ചേക്കാൻ പറ്റും. അതായത് ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇന്നലെ വരെ നിങ്ങൾ അമ്മായിയമ്മയായിട്ട് ഒരിക്കൽ കൂട്ടാണ്. എന്താ കൂട്ട്? അല്ലെങ്കിൽ അമ്മായിയമ്മ അല്ലെങ്കിൽ കേൾപ്പിയാണ്. നിങ്ങൾ രണ്ടുപേരും കൂടി കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക കൂടിക്കൊണ്ടിരിക്കുന്നതാണ് അവർക്ക് ഇഷ്ടം. അമ്മായിയമ്മ പറഞ്ഞ കുറ്റങ്ങളെല്ലാം ഓടിക്കൊണ്ടിരിക്കും. അപ്പൊ അമ്മായിയമ്മക്ക് ഇഷ്ടമാണ്. ഭർത്താവ് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് കുറ്റങ്ങൾ മാത്രം പറഞ്ഞ് കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈശോ നിങ്ങളെ സ്പർശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നാക്ക് ആദ്യം നിയന്ത്രിക്കും. അത് പരിശുദ്ധാരുടെ കൃപയാണ്. നാക്ക് നിയന്ത്രിക്കുമ്പോൾ അമ്മായിമ്മ പറഞ്ഞതൊന്നും മൂളാൻ പോകില്ല. അപ്പം തുടങ്ങും അമ്മായിമ്മക്ക് കേറുക. ഇപ്പൊ ഭർത്താവ് വരുമ്പോൾ കുറ്റങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങും. അതുപോലെ വലിയ കാര്യമായിരുന്നു. 6 മാസം കല്യാണം കഴിച്ചപ്പോൾ. എന്തുകൊണ്ടാണ്? നിങ്ങളെ ഈശോ സ്പർശിച്ചു. വചനം വായിച്ചാല്, ബൈബിൾ വായിച്ചാല് അവിടെയാണ് മത്തായി 10:34 ഞാൻ വാളാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഈശോ പറഞ്ഞത്. അമ്മായിയമ്മ മരികളും തമ്മിൽ തെറ്റിക്കും, മക്കൾ അപ്പനുമായിട്ട് തെറ്റും. ഇപ്പൊ നിങ്ങൾ പ്രാർത്ഥനക്ക് വരും, മറ്റൊരു വലിയ അപ്പോഴും അതുമാണ് ഗലാത്യർ 4:29 ആത്മാവിനും ജഡത്തിലും തമ്മിലുള്ള യുദ്ധം. കണ്ടോ? ഇത് വർദ്ധിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ കൂടുതലും ശക്തിയായിട്ട് വരുമ്പോഴാണ് 2 തിമോത്തി 3:12-17 വേണം. യേശുക്രിസ്തുവുമായി ആര് കൂടുതൽ ഐക്യപ്പെടുന്നു അപ്പൊ വിശുദ്ധി വരും. യേശുക്രിസ്തു ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കപ്പെടുന്നവരെല്ലാം തീർണം പോണെങ്കിൽ എന്താ ചെയ്യുന്നത്? കുറച്ച് പാവം ചെയ്താണ് തീർന്ന അവസാനം. പള്ളി അച്ഛനൊക്കെ വിളിച്ചവരുടെ കണക്കുണ്ട്. ഒരു കുപ്പി ബിസ്ക്കറ്റ് മേടിച്ച് കുടിച്ചാൽ പിന്നെ കണക്കുണ്ട്. പാവം ചെയ്ത പ്രമോ വീണവും ദൈവം വീടുന്ന വള്ളപ്പുറമാണ് യേശു. യേശു തുടങ്ങുന്നത് എങ്ങനെയാണ് അറിയണത്? പറയാമോ? റോമ 14:17 ആന്തരികമായിട്ടുള്ള സന്തോഷവും സമാധാനം ആർക്കും കരാർത്ഥം
സന്തോഷം സമാധാനം പറഞ്ഞറിയിക്കാൻ സാധിക്കുമോ? യേശു തരുന്ന സന്തോഷം കഴിക്കാനൊക്കുമോ? സാധിക്കുകയാണ്. ആ സന്തോഷമാണ് അവർ കിട്ടുന്നത് ആന്തരികമായിട്ട്. പുറത്തേക്ക് എങ്ങനെയാണ് യൂക്ക പറഞ്ഞു പരിശുദ്ധയുടെ ശക്തി വരുമ്പോൾ ദൈവാത്മാവിനെ കൊണ്ടാണ് നിങ്ങൾ പിന്നെ എല്ലാം നടക്കുന്നത്. ബന്ധന പ്രാർത്ഥന എന്താണ് അറിയാമോ? ബന്ധനത്തിൽ മോചിക്കുന്ന പ്രാർത്ഥനയാണ്. ബന്ധിച്ച ബന്ധനം തന്നെയാണ്. ജോബ് 12:14 ഒന്ന് വായിച്ചു കേൾപ്പിച്ചത്. ഒന്നും വായിക്കാൻ സാധിക്കില്ല. ഈശോയെ ബാലകന്മാരാണ് വന്ന് ചെയ്യുന്നത്. ജോബിക്ക് 3:17 റഫേൽ മാലാഖയാണ് എല്ലാം ബന്ധിക്കുന്നത്. നമ്മളാരും എല്ലാം ചെയ്യുന്നത്. നമ്മളൊക്കെ ഇങ്ങനെ ബന്ധിക്കുന്നു പറയുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മുടെ നാക്ക് എന്തായിരിക്കണം? ജെറമിയ 15:19 നാക്കായി മാറ്റണം. സത്വചനങ്ങൾ പറയുന്ന നാക്കായി മാറ്റണം. ആരെങ്കിലും എടീന്ന് പറഞ്ഞാൽ യേശുവിൽ ഒന്ന് എടീന്ന് വിളിക്കുമോ? എടീന്ന് വിളിച്ചാൽ നിങ്ങളുടെ നാക്ക് യേശുവിലാണോ? ആണോ? അപ്പൊ ഇനി എല്ലാവരും വിളിക്കുക, വിലക്കാർ ചോദിക്കാനും എടി വിളിക്കരുത്. എന്നാലേ നാവിങ്ങനെ ട്രൈ ചെയ്തുകൊണ്ട് വരാം. ഒരാൾ പോകുന്ന വഴിക്കൊരു ചീത്ത കേട്ട് വീട്ടിൽ വന്നിട്ട് പതിനെത്താ പറഞ്ഞെന്ന് ഏറ്റു പറയാമോ? ധൈര്യമായിട്ട് പറഞ്ഞു. എനിക്ക് പാടില്ല. ഇങ്ങനെയാണ് ട്രെയിൻ ചെയ്യിക്കുന്നത്. എഫോസ് 5:12 അത് ഏറ്റു പറഞ്ഞുകൂടാ. ഇതുകൊണ്ടാണ് പുരുഷന്മാര് ചാപല്യം, വ്യർത്ഥഭാഷണം, വളച്ചത ഇത് 3 പുരുഷന്മാർക്ക് വിട്ടുപോകും. സഹോദരന്മാർക്ക് വിട്ടുപോയാൽ വേഗം ശക്തിയായിട്ട് വരും. എഫോസ് 5 ഒന്ന് തച്ചു എന്ന് പറയാം. അതുകൊണ്ടായിരിക്കും എപ്പോഴും പുരുഷന്മാർ ശക്തരാകുന്നത്. സഹോദരന്മാർ കൈകൾ ഉയർത്തുമ്പോൾ തന്നെ ശക്തി പ്രാപിക്കും. 1 തിമോത്തി 2:8 കൈകൾ ഉയർത്തും. അതുകൊണ്ടാണ് മോസസ് എല്ലാം കൈ ഉയർത്തി നിന്നിരുന്നത് പ്രാർത്ഥിച്ചപ്പോൾ. പുറപ്പാട് പുസ്തകം 17 11-14 വേണം. കൈ താത്തുമ്പോൾ യുദ്ധത്തിൽ പ്രവർത്തിക്കുന്നത് ഉണ്ടോ? അത് പലപ്പോഴും അത് പല എക്സ്പീരിയൻസ് ചെയ്യാം. അനേകം കൃപകളുണ്ട്. ചിലപ്പോൾ ഇങ്ങനെ കൈ പൊക്കിയാൽ മതി യേശുവിനാണ്. അപ്പോൾ തപ്പൊന്ന് 3 ആളുകൾ അതെല്ലാം കൃപയാണ്. ഇതെല്ലാം ദൈവത്തിൽ നിന്ന് ദാനങ്ങളാണ്. 2 തെസ്സലോനിക്കർ 2:8 ദാനം. യേശുവിനെ നാം പറഞ്ഞു ഒരു ഊടുകൂടിയാൽ മതി. അന്ധകാരശക്തിയിൽ വിട്ടുപോകും, തകർപ്പോകും. അത് ഏത് വചനമാണ്? വചനം അറിഞ്ഞിരിക്കണം. യോഹന്നാൻ 20:19-22 വചനം. ഇപ്പൊ ബന്ധിക്കുന്നത് യേശയ്യാ 22:22 അത് ബന്ധിച്ച ബന്ധനമാണ്. അഴിക്കാൻ സാധ്യമല്ല. മത്തായി ഒക്കെ വായിച്ചു. മത്തായി 18-20 വചനം എന്താ പറയുന്നത്? ഈ വചനങ്ങളാണ് നമ്മളാരും അവിടെ ചെയ്യുന്നത്. കാരണം ഈശോയുമായിട്ടുള്ള ബന്ധമാണ് നമ്മുടെ. ആ ബന്ധം ശക്തമായ ബന്ധമായിരിക്കണം. കളങ്കമില്ലാത്ത. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, ഭൂമിയിൽ നിങ്ങളിൽ 2 പേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും എന്റെ സ്വർഗസ്ഥനായ പിതാവ് നിറവേറ്റിത്തരും. എന്നാൽ 2 or 3 പേർ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഉണ്ടായിരിക്കും. യോഹന്നാൻ 4:7 അവൻ നമ്മുടെ മധ്യയിൽ ഉണ്ടോ? ഈശോ സംശയമുണ്ടോ? ഇല്ല. ഉണ്ടോ സംശയം? ആ ദൈവമൊക്കെ സംശയം. സാക്ഷ്യമില്ലാത്തൊരു ദൈവം തളർന്നിരിക്കുന്ന യേശു ഇല്ലാഞ്ഞിട്ടാണ് കേട്ടോ. കൈ പൊക്കണം യേശു. വിശ്വാസം അങ്ങനെ വരുന്നുണ്ട് കേട്ടോ. കേൾവിയിൽ കൂടിയാണ് വിശ്വാസം. യോഹന്നാൻ 18:7 നിങ്ങൾ എന്നിൽ വസിക്കുകയും എന്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. ചോദിച്ചൊന്നും പറയുന്നില്ല. പിന്നെ നിശ്ചയിക്കുകയാണ് അല്ല. ഇഷ്ടമുള്ളത് ചോദിച്ചാൽ കേട്ടും തരും ചോദിച്ചു. ദൈവം എല്ലാ ദാനങ്ങളുമാണ്. സ്വത്ത് ദാനമാണ് ദൈവത്തിന്. അനേകർക്ക് അറിഞ്ഞുകൂടാ. നിയമവർത്തന 8 11-19 വചനത്തില് ഏറ്റവും നല്ല ഭവനം തരും, ഏറ്റവും നല്ല സ്വർണം തരും, ഏറ്റവും നല്ല വെള്ളി തരും, എല്ലാം തരും, ഏറ്റവും നല്ല തോട്ടം തരും, എല്ലാം ഇരട്ടിയാക്കി തരും. നിയമവർത്തന 28-1-14 വചനത്തില്
അല്ല 5-ാം വാക്യത്തില് നിന്റെ അടുക്കള കൂടി ഞാൻ നോക്കിക്കൊള്ളാമെന്നാണ്. മാവ് കുഴക്കുന്ന കലം കൂടി ഇന്നൊരു വീട്ടിൽ എല്ലാം കഴിഞ്ഞു പോകണം. കഴിഞ്ഞു പോകും. ഉണ്ടാക്കിയത് കൂട്ടുണ്ടാക്കിയ പൊടിഞ്ഞു പോകുന്നു. മുട്ട വർഷമൊക്കെ കഴിഞ്ഞു ഒക്കെ കംപ്ലൈൻറ്റ് എന്നിട്ട് തന്നെ പറയുന്നത് അത് എൻ്റെ കുറ്റമാണ്. എൻ്റെ പേരിൽ ഭർത്താവിൻ്റെ കുറ്റം പറഞ്ഞ് കേൾപ്പിക്കലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇങ്ങനെ മൊബൈൽ വന്ന ആദ്യം യേശു വരുമ്പോഴാണ് ഭർത്താവിനെ കൂടുതൽ സ്നേഹിക്കാൻ തോന്നുന്നത്, ഭാര്യയെ സ്നേഹിക്കാൻ തോന്നുന്നത്. അതുകൊണ്ടാണ് സ്ത്രീകൾക്കെല്ലാം വേഗം യേശുവിലോട്ട് വരാൻ സാധിക്കും. ഒറ്റ വചനം പാലിക്കാൻ മതി. 1:10 1 തൊട്ട് 7 വരെയുള്ളവരാണ് കാണാപ്പുറം പഠിച്ചാൽ മതി. എല്ലാ ഭർത്താക്കന്മാരും യേശുവിരിക്കും, മക്കളും യേശുവിരിക്കും. അത് ശരിക്ക് പ്രവർത്തിച്ചാൽ സ്വന്തം കാര്യം നോക്കാതെ പ്രവർത്തിക്കണം. ആ വചനമനുസരിച്ച് അത് വായിക്കാം. ആദ്യം തന്നെ വിധേയത്വം വേണം ഭർത്താവ്. 1:3 ഞാനൊരു സഹോദരി വഴക്കിട്ട് പോയി. ഭർത്താവുമായിട്ട് 14 കൊല്ലമായി വേർപ്പെടുന്നതാണ്. എനിക്കിഷ്ടംപോലെ സ്വസ്ഥം. 5 പെണ്ണുങ്ങൾക്ക് വേണ്ടി അവകാശം കിട്ടിയപ്പോൾ മറ്റേ കണ്ടമാനം 100 കണക്കിന് ഏക്കർ കഴിക്കും. പിന്നെ ഭർത്താവിന് എന്തിനാണ് ഭർത്താവിനത്ര സ്വത്തില്ല. അപ്പോ ആ 14 കൊല്ലം ഭർത്താവുമായിട്ട് അത് നോക്കിയാണ്. നോക്കിയപ്പോ കാലയിൽ കിടക്കണം. നല്ല 65 വയസ്സായി. നല്ല പാകത്തോളം ബ്രഹ്മത്തിന് വളരെ പിന്നെ ഹൃദയത്തിൽ സമാധാനം ഉണ്ടാവും. ഇല്ല ഇപ്പൊ മക്കള് കുത്താൻ തുടങ്ങി. അപ്പോഴാണ് അറിയ മുക്ക ഇപ്പൊ കിടന്ന ഓട്ടമാണ്. 4 വയസ്സോട്ട് എവിടെയാണ് വെച്ചത്. അപ്പൊ ഹൃദയത്തിന് മാറ്റം വന്നാല് ഒരു സമാധാനം ഉണ്ടാവുക. അപ്പൊ ഹൃദയത്തിൽ മാറ്റം വേണമെങ്കിൽ നാം ഹൃദയം തുറന്നു കൊടുക്കണം. ഈശോയ്ക്ക് കൊടുക്കണം. ഈശോയ്ക്ക് വചനം സ്വീകരിക്കണം. സ്നേഹം വരുമ്പോൾ 1:10 സ്നേഹം വരുമ്പോൾ എല്ലാ പാപങ്ങളും അവസാനിച്ചു. ഭാര്യമാരെ, നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കും. വചനം അനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് ആനയിക്കാൻ ഭാര്യമാർക്ക് കഴിയും. അവർ നിങ്ങളുടെ ആദരപൂർവ്വതവും നിഷ്കളങ്കവുമായ പെരുമാറ്റം കാണുന്നത് മൂലമാണ് ഇത് സാധ്യമാകുക. ദാർഢ്യമുറികളായ പിന്നിയ മുടിയോ സ്വർണ്ണാഭരണമോ വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം. പിന്നെയും ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനശ്വര രത്നം അണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ്. ദൈവത്തിൽ പ്രത്യാശ വച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ മുമ്പ് ഇപ്രകാരം തങ്ങളെ തന്നെ അലങ്കരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും ചെയ്തിട്ടുണ്ട്. സാറ അബ്രാഹത്തെ നാഥ എന്ന് വിളിച്ചുകൊണ്ട് അനുസരിച്ചിരുന്നല്ലോ. നന്മ ചെയ്യുകയും ഒന്നിനെയും ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ അവളുടെ മക്കളാകും. നിങ്ങളുടെ തന്നെ ഭർത്താക്കന്മാരെ, നിങ്ങൾ വിവേകത്തോടെ നിങ്ങളുടെ ഭാര്യമാരോടൊത്ത് ജീവിക്കുകയും സ്ത്രീ ബലഹീന മാത്രമാണെങ്കിലും ജീവദായകമായ കൃപയ്ക്ക് തുല്യ അവകാശിനി എന്ന നിലയിൽ അവളോട് ബഹുമാനം കാണിക്കുകയും ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. അതായത് ഭർത്താക്കന്മാരുടെ പറയുകയാണ് നിങ്ങളുടെ വരുമ്പോൾ നിങ്ങൾ മാറ്റം വരുന്നു. വചനമാണ് നമ്മളെ പുതിയ സൃഷ്ടികളാകുന്നത്. 2 കൊരിന്ത്യർ 5:17 യേശുക്രിസ്തു വരുന്നതെല്ലാം പുതിയ സൃഷ്ടികളാണ്. ഇതുകൊണ്ടാണ് ഈ പഴയ ജീവിതം എല്ലാം കളയണമെന്ന് എഫേസ്യർ 4 ഈ 17 24 അതിനകത്തില്ല. ചിലർക്ക് 3 കൗൺസിലിംഗ് വേണം. അങ്ങനെ കർത്താവിട്ട് വരുന്നത് അത് ഒരു കൗൺസിലിംഗ് 3 മണിക്കൂർ എടുക്കണം. എന്നാൽ മാത്രമേ കർത്താവ് വരാൻ സാധിക്കൂ. കൗൺസിലിംഗ് അപ്പൊ 9 മണിക്കൂറെങ്കിലും വേണം കൗൺസിലിംഗ്. കൗൺസിലിംഗ് കൂടി അല്ലാതെ യേശുവിൽ എത്തിയില്ല. കൗൺസിലിംഗ് ആണ് എല്ലാ സംശയങ്ങളും വിട്ടുപോകുന്നത്. ചിലര് 1 മതി, ചിലർക്ക് അതല്ല. എന്തുകൊണ്ടാണ് 2 കൊരിന്ത്യർ 4:4 ശക്തമായിരിക്കും. നമുക്ക് അന്ധകാരം നിറഞ്ഞ് എഫേസ്യർ 4:17-20 വനത്തില് ഡിപ്പോസിറ്റ് ബ്രെയിൻ്റെ അകത്ത് ഈ ഡാർക്ക്നെസ്, ചിലരുടെ ഡാർക്ക്നെസ് ഭയങ്കര കട്ടിയായിരിക്കും. അത് വിട്ടുപോകണമെങ്കിൽ 3 കൗൺസിലിംഗ് തന്നെ വേണം. കൗൺസിലിംഗ് കൂടിയ അത് വിട്ടിട്ട് പോകും. ഉദാഹരണം, ഒരു ശവം ഒരു ദിവസം വെളിപ്പെടുത്തി തരണം. അങ്ങനെ എല്ലാം ദൈവം വെളിപ്പെടുത്തി തരും.
കൗൺസിലിംഗ് കഴിഞ്ഞിട്ട് പോയപ്പോ ഒന്നും ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്നു. പ്രാർത്ഥിച്ച് പെട്ടെന്നേക്ക് വന്നപ്പോ ഇനിയും കൗൺസിൽ ചെയ്യണമെന്ന് തോന്നി. രണ്ടാമത്തെ കൗൺസിൽ ചെയ്യാൻ പറഞ്ഞപ്പോഴാണ് 27 മന്ത്രവാദികൾക്ക് അവൻ അടിമയാണ്. അതൊന്നും ഓർക്കുന്നില്ല. കണ്ടോ, ഒന്നും ഓർമ്മിപ്പിക്കില്ല. അവൻ അനേക രഹസ്യങ്ങളുണ്ട്. വെളിപാട് 2:24 അവന്റെ പ്രബോധനമുണ്ട്, ഡീപ് സീക്രറ്റ്സ് ഉണ്ട്. യെശയ്യാ 45:3 പ്രഷേഴ്സ് ഉണ്ട്. ഇതെല്ലാം വെറുതെ ബുദ്ധിയിലൊന്നും ആലോചിച്ചാൽ കാണില്ല. എല്ലാം കൃപയിൽ വരണം. കൃപയുണ്ട്. ഈ കൃപ യേശുവിന്റെ ഒരു പ്രത്യേക ദാനമാണ്. അത് പ്രാർത്ഥനയിൽ കൂടിയേ സാധ്യമുള്ളൂ. ഇതുകൊണ്ടാണ് ഈ അർദ്ധരാത്രി പ്രാർത്ഥിക്കണമെന്നെല്ലാം പറയുന്നത്. സങ്കീർത്തനം 119 62 വാക്യത്തിലും 148 വാക്യത്തിലും യെശയ്യാ 26:9 സങ്കീർത്തനം 77:6 സങ്കീർത്തനം 63:6 എല്ലാം രാത്രി പ്രാർത്ഥിച്ചാലാണ് ഇതെല്ലാം വെളിപ്പെടുന്നത്. 1 കൊറിന്തോസ് 2:15 കൂടി ദൈവത്തിന്റെ ആത്മാവ് അല്ലാതെ വെളിപ്പെടുത്തി തരാൻ സാധ്യമല്ല. മനുഷ്യന് ഒന്നും സാധ്യമല്ല. അതുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും ദൈവം വെളിപ്പെടുത്തി തരും. അതുകൊണ്ട് ഈശോയ്ക്ക് ഫോൺ നമ്പറുണ്ടെന്നെല്ലാം പറയുന്നത് ചെറുക്കാൻ 33:3 വിളിച്ച് ചോദിക്കാൻ ഞാൻ ഉത്തരം തരാമെന്ന്. അപ്പൊ ശുദ്ധ മനസാക്ഷിയിൽ ഇരുന്നാൽ ഇതെല്ലാം കിട്ടുകയുള്ളൂ. നല്ല മനസാക്ഷി ഇഷ്ടപ്പെടുന്നു പറയുന്നത് ഞാൻ നല്ല ശുദ്ധ മനസാക്ഷി പാലിച്ചെന്ന്. അപ്പോസ്തല പ്രവർത്തനങ്ങളാണ് 24:16 അപ്പോസ്തല പ്രവർത്തനം 23:1 1 പത്രോസ് 3:15-16 വാക്യത്തില് റോമ 2:12-16 വനത്തില് വചനം കേൾക്കുന്നതുകൊണ്ടാണ് ഹിന്ദുക്കളെല്ലാം നല്ലവരായി വരുന്നത്. അനേകര് നാം ഇപ്പൊ ഇവിടെ തരുന്ന വചനം ഒരു ഹിന്ദുക്കൾക്ക് കൊടുക്കുകയാണെങ്കിൽ വേഗം വരുമല്ലോ. അവർ കാണാതെ വിശ്വസിക്കുമ്പോൾ കാരണം നമുക്ക് വിലയില്ല. കണ്ടു. കാരണം വചനം പ്രഘോഷകർ തന്നെ വീണുപോകും. അതും മായം ചേർത്ത് കൊണ്ടുവരും ചിലപ്പോൾ. അതുകൊണ്ടാണ് 2 തിമോത്തി 4:3-4 വാക്യത്തില് അവരവർക്ക് ഇഷ്ടപ്പെട്ട പ്രബോധനെ വിളിച്ചു കൊണ്ടുവന്നു. എന്നിട്ട് അവര് തമാശയും കളിയും ശരിയും വചനം ദൈവത്തിന്റെ വചനം പറയുമ്പോൾ നമ്മൾ ആത്മാവിലായിരിക്കണം. നാം വചനം പറയുമ്പോൾ മലാത്മാരോട് കൂടി വന്ന് കേൾക്കാൻ വരുമെന്ന് 1 പത്രോസ് 1:12 അനേക ആത്മാക്കളെ രക്ഷപ്പെടുമെന്ന് യോഹന്നാൻ 5:24-29 വചനം. ആത്മാക്കൾ യേശു കർത്താവോ വചനം പറഞ്ഞപ്പോൾ വചനം യോഹന്നാൻ 6:63 വചനം ആത്മാവും ജീവനുമാണ്. അവൻ മരിച്ച ആത്മാക്കളോട് വചനം കേൾക്കുമ്പോൾ രക്ഷപ്രാപിക്കും. ഇതാണ് ആത്മീയ രഹസ്യം. 1 പത്രോസ് 3:18-19 1 പത്രോസ് 4:6 അതാണ് വചനം ആത്മാവില്. അതുകൊണ്ടാണ് പത്രോസും പൗലോസും അതേ കൃപ ദൈവം ഇപ്പോഴും തരും, എല്ലാവർക്കും തരും. ബുദ്ധിയിൽ കാണുന്നതുകൊണ്ടാണ്. മനുഷ്യൻ ഏറ്റവും വലിയത് പാവം അഹങ്കാരമാണ്. ഈ അഹങ്കാരം വിട്ടുപോകണമെങ്കിൽ വചനം കേൾക്കണം, എളിമ പഠിക്കണം. അത് ഈശോ പഠിപ്പിക്കും. എളിമ അതാണ് പ്രഭാഷകൻ 10:6-18 വേണം. ചെറുകിയ 50:31-32 അഹങ്കാരി നിന്റെ ഭവനം ഞാൻ തകർത്ത് കളയും. നിന്റെ മാത്രമല്ല നീ ഭവനം കൂടി തകർക്കല്ല, നീ ആ സ്ഥലം കൂടി ഞാൻ തകർത്ത് കളയുക. എളിമയിലോട്ട് വരുമ്പോഴാണ് കൃപ വരുന്നത്. എത്ര എളിമ കൂടുതൽ വരുന്നു അത്രക്ക് കൂടുതൽ കൃപ വരുന്നു. അതാണ് രഹസ്യം. 1 പത്രോസ് 5:6-7 വാക്യത്തിൽ എളിമയിൽ കൂടിയാണ് എല്ലാം. എളിമ പഠിക്കണം. എളിമ പഠിക്കുന്ന നമ്മെ തന്നെ ചെറുതാക്കണം. നമ്മുടെ ഹൃദയത്തില് അതെല്ലാം അറിയണം. പുതിയ ചൈതന്യം വരണം. ഈ കൗൺസിലിംഗിൽ കൂടി വചനങ്ങൾ ശ്രദ്ധിച്ച് വരുമ്പോൾ അതുകൊണ്ടാണ് പറയുന്ന ആദ്യത്തെ കൊല്ലം ഇരിക്കണം, 2ാമത്തെ കൊല്ലം ഭക്ഷണം കഴിക്കണം, 3ാമത്തെ കൊല്ലം ആ വചനം ഒന്ന് വായിച്ചു നല്ലതായിരുന്നു. 30-38 ഇത് നിങ്ങൾക്ക് അടയാളമായിരിക്കും. ഈ വർഷം സ്വയം വളരുന്നത് ഭക്ഷിക്കുക, 2ാം വർഷവും അങ്ങനെ തന്നെ ചെയ്യുക. 3ാം വർഷം വിത്ത് വിതയ്ക്കുകയും കൊയ്യുകയും മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിക്കുകയും അവയുടെ ഫലം ആസ്വദിക്കുകയും ചെയ്യുക. യൂദായുടെ ഭവനത്തിൽ അവശേഷിക്കുന്നവർ വീണ്ടും വേര് പിടിക്കുകയും ഫലം പുറപ്പെടുവിക്കുകയും ചെയ്യും. ജെറുസലേമിൽ നിന്ന് ഒരു അവശിഷ്ട ഭാഗം പുറപ്പെടും.
സിയോൻ പർവ്വതത്തിൽ നിന്ന് അതിജീവിച്ചവരുടെ ഒരു ഗണവും സൈന്യങ്ങളുടെ കർത്താവിന്റെ തീക്ഷ്ണത ഇത് നിവൃത്തിയാക്കും. അസീറിയ രാജാവിനെ കുറിച്ച് കർത്താവ് അരുളി ചെയ്യുന്നു, അവൻ ഈ നഗരത്തിലേക്ക് വരികയോ ഇതിനെതിരെ അമ്പെയ്യുകയോ ചെയ്യുകയില്ല. പരിചയമേന്തി വന്ന് ഇതിനെതിരെ ഉപരോധം വരെ നിർമ്മിക്കുകയില്ല. വന്ന വഴിയിലൂടെ തന്നെ അവൻ തിരിച്ചു പോകുമെന്നും നഗരത്തിൽ പ്രവേശിക്കുകയില്ലെന്നും കർത്താവ് അരുളി ചെയ്യുന്നു. എനിക്ക് വേണ്ടിയും എന്റെ ദാസനായ ദാവീദിനു വേണ്ടിയും ഞാൻ ഈ നഗരത്തെ സംരക്ഷിക്കും. കർത്താവിന്റെ ദൂതൻ അസീറിയക്കാരുടെ പാളയത്തിൽ കടന്ന് 1,85,000 പേരെ വധിച്ചു. അതിരാവിലെ ഉണർന്നപ്പോൾ അവരെല്ലാം മരിച്ചു കിടക്കുന്നത് കണ്ടു. അപ്പോൾ അസീറിയ രാജാവായ സെനാകെരീബ് തിരിച്ചുപോയി നിനവയിൽ വസിച്ചു. തന്റെ ദേവനായ നിസ്രോക്കിന്റെ ക്ഷേത്രത്തിൽ ആരാധന നടത്തുമ്പോൾ അവനെ പുത്രന്മാരായ അദ്രാമലേഖ്, ഷലേഖർ എന്നിവർ ചേർന്ന് വാളുകൊണ്ട് വധിച്ചിട്ട് അരാറാത്തിന്റെ ദേശത്തേക്ക് ഓടി രക്ഷപ്പെട്ടു. അവന്റെ അർത്ഥം ഒരു പിശാച് തൊടാൻ സാധിക്കില്ല. വചനമുണ്ടായിരുന്നു ഒരാൾക്ക് തൊടാൻ സാധിക്കില്ല. നിങ്ങൾ അറിയാതെ തന്നെ വളർന്നോളൂ. മർക്കോസ് 4:21-29 അത് പ്രത്യേകിച്ച് 26-29 വേണമെന്ന് വായിച്ചാൽ നിങ്ങൾ അറിയാതെ പൂർവ്വം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഓർമ്മപ്പോ പക്ഷെ നിങ്ങൾ വളർന്നുകൊണ്ടിരിക്കുന്നത് ആത്മാവിൽ നിങ്ങൾ അറിയാതെ അതാണ് പറയുന്നത്. മർക്കോസ് 4:26-29 വേണമെന്ന് വായിച്ചാൽ അവൻ പറഞ്ഞു, ദൈവരാജ്യം ഒരുവൻ ഭൂമിയിൽ വിത്ത് വിതയ്ക്കുന്നതിന് സദൃശം. അവൻ രാവും പകലും ഉറങ്ങിയും ഉണർന്നും കഴിയുന്നു. അവൻ അറിയാതെ തന്നെ വിത്തുകൾ പൊട്ടി മുളച്ച് വളരുന്നു. ആദ്യം ഇല, പിന്നെ കതിർ, തുടർന്ന് കതിരിൽ ധാന്യമണികൾ. ഇങ്ങനെ തന്നെ ഭൂമി ഫലം പുറപ്പെടുവിക്കുന്നു. ധാന്യം വിളയുമ്പോൾ ഒഴിച്ചിന് കാലമാകുന്നതുകൊണ്ട് അവൻ അരിവാൾ വെക്കുന്നു. അപ്പോഴാണ് അരിവാൾ വെക്കണത്, ഒഴിക്കും. അപ്പോഴാണ് നിങ്ങളിലെ കൂടി അനേക കർത്താവിലോട്ട് കൊണ്ടുവരുന്നത്. 4 കൊല്ലം കഴിയുമ്പോഴാണ് അരിവാൾ വെക്കണം. അതാണ് വേലക്കാർ ചുരുക്കം വേണത്. ആദ്യം എന്തുമാത്രം വിളവാണ്. ആരും ഇല്ല വേലക്കാർ. ഉള്ള വേലക്കാരനെ കൊണ്ട് അപ്പം നഷ്ടവും പോകും. കാരണം എന്താണ്, വരുന്നവർ കൊപ്പുവെക്കും. ദുഃഖ 10:17 ഇട്ടിമിന്നൽ പോലെ അഹങ്കാരി വരും. മത്തായി 9:35-38 വചന വേലക്കാര് വളരെ ചുരുക്കം വിളവും. ഇതാണ് പറയുന്നത്. മത്തായി 13:33 വചനത്തിൽ നിങ്ങളെല്ലാം ഒരു കടുക് മണിയാണ് മസ്റ്റേർഡ് സീഡ്. അത് അത് പതുക്കെ വലുതായി വന്ന് വലിയ വൃക്ഷമാകും കേട്ടോ. ഈ വലിയ വൃക്ഷമാകുമ്പോഴാണ് അനേകം ജീവജാലികളെല്ലാം വന്ന് രക്ഷപ്പെടുന്നത്. കൊലയാളി, മാറ്റം, ഇത് എല്ലാം തരും പലതരത്തിൽ രക്ഷപ്രാപിക്കാൻ. ഒരു 4 ദിവസം മുമ്പ് ഒരു സിനിമാ നടി ഞാനിന്ന് കൈവച്ച് പ്രാർത്ഥിച്ച് കൗൺസിലിംഗ് കഴിഞ്ഞ് വന്നപ്പോൾ ഭയങ്കര കാര്യത്തിൽ പൊട്ടിക്കിടന്നതാണ്. ആദ്യമായിട്ടാണ്, ഒരിക്കലും വരാത്തതാണ്. ദൈവത്തിന്റെ പത്രിക വരെയാണ്. ഒരാശുപത്രി ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, എന്റെ പേര് പറഞ്ഞു കൊടുത്തു, അവിടെ തന്നെ നീ രക്ഷപ്പെടുള്ളൂ. അപ്പൊ ആ ഡോക്ടറിൽ കൂടിയാണ് അത് പ്രവർത്തിച്ചത്. അത് വന്നു മുസ്ലിം ഖദീജ ഉള്ള പേര്, പഴയ കാലത്ത് വലിയ നടിയാണ്. അപ്പൊ നടികൾക്ക് എത്ര നമ്മുടെ ആൾക്കാർ സ്ത്രീയെ പോലെ ആയിരിക്കും, എന്റെ ഇരട്ടിയായിരിക്കും. 10-15 ഭർത്താക്കന്മാരൊക്കെ ആയിരിക്കും കേട്ടോ. അതാണ് പറയുന്നത് ഈശോ സ്പർശിച്ച് മനസ്സാന്തരം. ഈശോയ്ക്ക് ആവശ്യമാണ് മാനസാന്തരമാണ്. യോഹന്നാൻ 4:34 എന്റെ പിതാവിന്റെ ഇത് നിറവേറ്റുക. അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം വെറും മീനിനെ പിടിക്കുന്ന ചൂണ്ടയിലെണ്ണം. ഈ ചൂണ്ടയിൽ ഇടിയല്ലേ അതിനെന്താ പറയുന്നത്? ഇര മാത്രമാണ്. യോഹന്നാൻ 4:48 അത്ഭുതങ്ങളും അടയാളങ്ങളും. ഇപ്പോൾ നമ്മളെ രാജ്യം രോഗചന്ദ്ര പുറകു പോവുകയാണ്. അങ്ങനെ അത്ഭുതത്തിന്റെ പുറകെ അതുപോലെ ഇര മാത്രമാണ്. ഇത് കണ്ടാലും വിശ്വസിക്കാത്ത ജനമുണ്ട്. എല്ലാ അത്ഭുതങ്ങളും കണ്ടാലും. കാരണം എബ്രായർ 4:2 കണ്ടാലും വിശ്വസിക്കില്ല. അവര് കണ്ണ് ബ്ലൈൻഡ് ചെയ്തിരിക്കുകയാണ്. കംപ്ലീറ്റ് കട്ടിയായിരിക്കും ചില സമയത്ത്. ചിലർ ഒരിക്കലും മനസ്സാന്തരപ്പെടുകയില്ല. 6:9-10 അവരാണ് കർത്താവ് പറയുന്നത്. യോഹന്നാൻ 12:40 ഒരിക്കലും മനസ്സാന്തരപ്പെടില്ല.
ദൈവത്തിന്റെ നിശ്ചയമാണ്. അത് അവരാണ് ദൈവത്തിന്റെ നിശ്ചയം അനുസരിച്ചാണ് മാനസാന്തരപ്പെടുത്താത്തത്. റോമ 1:32 കഠിന ഹൃദയമായി പോകും. ഈ കഠിന ഹൃദയമാണ് റോമ 11:22 പറയുന്നത്. ഒന്നെങ്കിൽ കഠിന ഹൃദയം, അല്ലെങ്കിൽ ലളിത ഹൃദയം, രണ്ടിലേതെങ്കിലും. അതുകൊണ്ടാണ് പറയുന്നത് 1 യോഹന്നാൻ 5:16-17 മാനസാന്തരപ്പെടുന്നവർക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കാൻ മതി. ഗർഭിയ 7:14 ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അത്യസ്ത പ്രാർത്ഥന വേണ്ട, അവരവരുടെ വഴിക്ക് വിട്ടേക്കാൻ. ദൈവത്തിന്റെ നിശ്ചയമാണ്. ഏശയ്യ 55:8-9 ദൈവത്തിന്റെ പ്ലാനും പദ്ധതിയൊക്കെ നമ്മിൽ നിന്ന് വ്യത്യസ്തമാണ്. നാം ചിന്തിക്കുന്ന പോലെയല്ല, നമ്മുടെ കാൽക്കുലേഷൻ ഒന്നും അല്ല ദൈവത്തിന്റെ. അതാണ് വലിയ ബുദ്ധിശാലികളെല്ലാം കൊണ്ടൊന്ന് സ്വാതന്ത്ര്യപ്പെടുത്തും ദൈവം. 1 കൊറിന്തോസ് 3:18-20 വചനം. യേശുവിന്റെ വഴി, ശക്തിയുടെ വഴി. 1 കൊറിന്തോസ് 1:18-30 വചനം. അത് വെച്ചിട്ട് ധ്യാനിച്ചു നോക്കും. ബ്രാക്കറ്റിലേക്ക് ധ്യാനിക്കാൻ. രാത്രി 2-3 വരെ ഇരുന്ന് പ്രാർത്ഥിക്കുകയെങ്കിൽ നിങ്ങൾ കൂടുതൽ ആത്മീയ ശക്തി വരും. അപ്പോഴേ പിടിച്ചു നിൽക്കാൻ എളുപ്പം സാധിക്കും. കുറച്ച് നാള് അതാണ് യേശു ചെയ്തത്. 40 ദിവസം ഉപവസിച്ചത്. ലൂക്കാ 4:1-14 മടങ്ങി വന്നപ്പോൾ ശക്തിയിലാണ് ആത്മാവിന്റെ. ഈ ആത്മാവിന്റെ ശക്തിയാണ് കൃപ. അതുകൊണ്ടാണ് ശക്തിയിലാണെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും പറയാൻ പറ്റുന്ന സംഭവിച്ച് നടക്കുന്നത്. പിന്നെ അത്ഭുതവും അടയാളം നിങ്ങളെല്ലാം കൂടി സ്തുതിച്ച് അപ്പം നടക്കുന്ന ഒരു സാധ്യതയല്ല. തുരുത്തിൽ കൂടി സാധ്യത നടക്കും. ദൈവത്തെ സ്തുതിക്കുക. ദൈവത്തിന്റെ ആവശ്യം സ്തുതിപ്പാണ്. ഏശയ്യ 6:1-7 വേണം. ദൈവത്തിനെ മഹത്വപ്പെടുത്തുക. ദൈവത്തെ മഹത്വപ്പെടുത്തില്ലെങ്കിൽ വീണ്ടും പാപത്തിൽ പോകും. റോമ 1:21 അപ്പോ ഈ 4 കൊല്ലം എന്ന് പറഞ്ഞത് ഈ വചനം ഇവിടെ കേൾക്കാൻ പറഞ്ഞവരെല്ലാം 4 കൊല്ലം വചനത്തിൽ പിടിച്ചു നിൽക്കണം. ഈ കിട്ടിയ വചനങ്ങളെല്ലാം വായിക്കണം. വീണ്ടും വീണ്ടും വചനം പറ്റി ധ്യാനിക്കണം. അവസാനമായി കുറച്ച് വചനം കൂടി പറയുകയാണ് ധ്യാനിക്കാൻ പറ്റിയത്. സങ്കീർത്തനം 119 15, 23, 27, 48, 97, 99, 148 ഈ വചനങ്ങളെല്ലാം വെച്ച് ധ്യാനിക്കുക. സങ്കീർത്തനം 119 130 വാക്യം വെച്ചെന്ന് ധ്യാനിക്കുക. യോഹന്നാൻ 12:24 വെച്ച് ധ്യാനിക്കുക. 1 കൊരിന്തോസ് 2:30-16 വരെ വചനം വെച്ചിട്ട് ധ്യാനിക്കുക. ധ്യാനിക്കുമ്പോഴാണ് നിങ്ങളെ കർത്താവ് വിളിച്ചു തരുന്നത്. ആത്മാവിന് ശക്തി തരുന്നത്. ദൈവം ആത്മാവാണ്. ആത്മാവ് തമ്മിൽ വന്ന് കുടികൊള്ളും. ഒരിക്കലും പോയില്ല. ഈശ്വരൻ നിങ്ങൾക്ക് അനേകർക്ക് കൊടുക്കുക. സത്യദൈവത്തെ കൊടുക്കുക. നിങ്ങളെല്ലാവരും ശക്തിപ്പെടുത്തും. എല്ലാവരും കരടക്കായി നമ്മൾ പ്രാർത്ഥിക്കും. കർത്താവായ ഈശോയെ, ഞങ്ങളെല്ലാം പാപികളാണ് കർത്താവേ. ഞങ്ങൾക്ക് പാപങ്ങളില്ലെന്ന് വിചാരിച്ചായിരുന്നു ഞങ്ങൾ ഇത്രയും കാലം ജീവിച്ചിരുന്ന കർത്താവേ. ഞങ്ങളെല്ലാം നല്ലവരാണ്, ഞങ്ങൾ നീതിമാന്മാരാണ്. ആ ചിന്തയിലായിരുന്നു, ജീവിതത്തിലായിരുന്നു. ഞങ്ങളിൽ പലർക്കും ഞങ്ങൾ വിചാരിച്ച് ഞങ്ങൾക്ക് ധനമുണ്ട്, ഞങ്ങൾക്ക് വിദ്യാഭ്യാസമുണ്ട്, കുടുംബമഹിമയുണ്ട്, ഞങ്ങൾക്ക് എല്ലാ ജീവിത സൗകര്യങ്ങളും സുഖങ്ങളെല്ലാം ഉണ്ട്. ഈ ചിന്തയിലായിരുന്നു ഞങ്ങൾ അനേക കൊല്ലങ്ങൾ ജീവിച്ചത്. യേശുവേ, അങ്ങ് അറിഞ്ഞില്ലായിരുന്നു യേശുവേ, അങ്ങ് സത്യദൈവമാണ്. ഞങ്ങളുടെ വിശ്വാസം പലപ്പോഴും വീണു പോയിട്ടുണ്ട് കർത്താവ്. അങ്ങ് ഉണ്ടുള്ള കാര്യം തന്നെ ഞങ്ങൾക്ക് സംശയമായിരുന്നു കർത്താവ്. പലപ്പോഴും ഞങ്ങൾ സംശയിച്ചു പോയി ഈശോയെ. അങ്ങ് ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാണെന്നുള്ള കാര്യം ഞങ്ങളുടെ ബുദ്ധിയിലാണ് ഞങ്ങൾ കണ്ടത് യേശുവേ. ഇത് ഞങ്ങൾ അങ്ങ് അടിയറ വെക്കുന്ന കർത്താവ് ഈശോയെ ഞങ്ങളിന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഏബ്രഹാം വിശ്വസിച്ച പോലെ ഞങ്ങൾ കണ്ടും പൂട്ടി വിശ്വസിക്കുന്നു. അവസാനം വിശുദ്ധ തോമസ് അവിശുദ്ധവും വിശ്വസിച്ച പോലെ അങ്ങ് ഞങ്ങളോട് പറഞ്ഞ പോലെ കാണാതെ വിശ്വസിക്കുന്ന ഭാഗ്യവാൻ. ഞങ്ങളതുപോലെ വിശ്വസിക്കുന്ന കർത്താവ്, ഞങ്ങളെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ കർത്താവേ. ഞങ്ങൾ പല തെറ്റിലും പലതിലും വീണുപോയിട്ടുണ്ട് കർത്താവേ. ഞങ്ങൾ മനുഷ്യരെ വിശ്വസിച്ചു, അവരെല്ലാം ഞങ്ങളെ ചതിച്ചു. ഈ അങ്ങ് മാത്രമേ ഞങ്ങൾ വിശ്വസിക്കേണ്ടത് കർത്താവേ. ഈശോയെ അങ്ങയുടെ വചനങ്ങൾ
അമ്മയായ മറിയം ഹൃദയത്തിൽ സംക്രമിച്ചിരുന്നല്ലോ. അതുപോലെ വിശുദ്ധരെല്ലാവരും സംക്രമിച്ചിരുന്നല്ലോ. വിശുദ്ധ ഫ്രാൻസിസ് അസീസി എല്ലാം കർത്താവെ അങ്ങയുടെ വചനങ്ങളാണല്ലോ സ്വീകരിച്ചിരുന്നത്. ഈശോയെ ഞങ്ങൾക്ക് കൃപ തരണമേ. ഞങ്ങൾക്ക് അങ്ങയുടെ വചനം സ്വീകരിക്കുവാനും എളിവപ്പെടുവാനുള്ള കൃപ തരണമേ. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഒരിക്കലും ഞങ്ങളെ താഴ്ത്തി കുട്ടികളെ കർത്താവെ അങ്ങയുടെ മാലാഖമാരെല്ലാവരും അയക്കണമേ. ഈശോയെ വിശുദ്ധ മൈക്കൽ മാലാകെ, ഗബ്രിയേൽ മാലാകെ, റഫേൽ മാലാകെ ഞങ്ങൾക്ക് ചുറ്റും അയക്കണമേ കർത്താവ്. ഞങ്ങളെ എന്തെങ്കിലും ബന്ധനങ്ങളുണ്ടെങ്കിൽ കർത്താവ് ഈ നിമിഷത്തിൽ ഞങ്ങളിലോ ഞങ്ങളുടെ കുടുംബത്തിലോ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധനങ്ങൾ ഉണ്ടെങ്കിൽ ഈ നിമിഷത്തിൽ യേശുക്രിസ്തു നാമത്തിൽ അത് ബന്ധിക്കുന്ന കർത്താവ്. അത് ബന്ധിച്ച് ഈ നിമിഷത്തിൽ ഞങ്ങളുടെ കുടുംബത്തിലുള്ള, ഞങ്ങളുടെ ഭർത്താക്കന്മാരിലുള്ള, ഞങ്ങളുടെ മക്കളിലുള്ള, ഞങ്ങളുടെ ഭാര്യമാരിലുള്ള, ഞങ്ങളുടെ കുഞ്ഞുമക്കളിലുള്ള, ഞങ്ങളുടെ ജോലിക്കാരിലുള്ള, ഞങ്ങളുടെ ഭൂമിയിലുള്ള, ഞങ്ങളുടെ വസ്തുക്കളിലുള്ള, ഞങ്ങളുടെ എസ്റ്റേറ്റിലുള്ള, ഞങ്ങളുടെ അയൽപക്കത്തുള്ള, സകലവിധത്തുള്ള ഈ സ്ഥലത്തുള്ള എല്ലാവിധ വൈശാശക്തികളെ, എല്ലാ മാതൃക ശക്തികളെ, മന്ത്രവാദികളെ, എല്ലാ ദുഷ്ടാരൂപികളെ, എല്ലാ അശുദ്ധാത്മാക്കളെ, എല്ലാ കപടാരൂപികളെ, എല്ലാവരും ഈശോയ്ക്കെതിരായി പ്രവർത്തിക്കുന്ന എല്ലാവരും നാമത്തിൽ